വചനം ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ, ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ, ഞങ്ങളെ സമർപ്പണത്തിലേക്ക് നയിക്കണമേ, ഞങ്ങളെ രൂപാന്തരത്തിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ കോമ്പൗണ്ടിനെ സ്വർഗീയ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യണമേ. തേജസ്സിന്റെ കീഴിലായിരിക്കും ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾ ഉപയോഗിക്കുന്ന മൈക്ക്, ലൈറ്റ്, മറ്റെല്ലാം ഭംഗിയായി ഉപയോഗിച്ച് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ അഭിഷക്തദാസനെ ഇന്ന് രാത്രി പുത്തൻ ചൈതന്യത്തോടെ, പുതിയ അഭിഷേകത്തോടെ, ശക്തിയോടെ ഞങ്ങൾ മധ്യത്തിൽ ഉപയോഗിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു സുവിശേഷ യോഗത്തിൽ നടക്കേണ്ട എല്ലാ വിടുതലുകളും ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കണമേ. രോഗികൾ സൗഖ്യമാകണമേ, ജനം മാനസാന്തരപ്പെടണമേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സുവിശേഷ യോഗത്തെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ വിലപ്പെട്ട ദാസനായ സ്തോത്രം. കഴിഞ്ഞ ദീർഘനാളുകൾ ഈ പട്ടണത്തിൽ അനേകം വിടുതലിന്, ആശ്വാസത്തിന്, സൗഖ്യത്തിന് അങ്ങയുടെ ദാസനെ ഉപയോഗിച്ചുള്ള കർത്താവേ, പ്രാദേശിക സഭയെയും അനുഗ്രഹിക്കണമേ. തുർക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്ന് രാത്രികാലം അനുഗ്രഹിപ്പാനായി കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ പാടുന്ന മനോഹരമായ ഗാനങ്ങൾ അടങ്ങിയ CD ഇവിടെ വിൽപ്പനയ്ക്കായിക്കൊണ്ട് നിങ്ങൾ അത് വാങ്ങണമെന്ന് ഉറപ്പിക്കുന്ന വിരിവയാണ്. മെസ്സേജുകളുടെ ഓഡിയോ വീഡിയോ CDകൾ ഇവിടെ ലഭ്യമാണ്. എല്ലാ മെസ്സേജുകളുടെയും നിങ്ങൾക്ക് വാങ്ങുകയും നിങ്ങളുടെ വിദേശത്തും വിദൂരത്തിലുമുള്ള പ്രിയപ്പെട്ടവർക്ക് അത് അയച്ചു കൊടുക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് അയച്ചു കൊടുക്കുവാൻ പറ്റിയ നല്ല പ്രസന്റായി അത് വാങ്ങുന്നത് ഏറെ നന്നായിരിക്കും എന്നൊരു കാര്യം ഓർപ്പിക്കുന്നു. നാളെ രാവിലത്തെ നമ്മുടെ യോഗത്തിൽ സംസാരിക്കുന്നത് കർത്താദാസൻ പാസ്റ്റർ വർഗീസ് ബേബിയും പാസ്റ്റർ KC തോമസ് അവരുമാണ്. രണ്ടുപേരെ ശുശ്രൂഷിക്കുന്നുണ്ട്. രാവിലെ 11 മണിക്ക് തന്നെ മെസ്സേജ് തുടങ്ങും. അതുപോലെ 10 മണിക്ക് തന്നെ സുഷം യോഗം ആരംഭിക്കുന്നതാണ്. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷയങ്ങളുള്ളവർ അത് എഴുതി തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന കാര്യം കൂടെ ഓർപ്പിക്കുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവത്തിൽ സംസാരിപ്പാൻ ദൈവത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്ന കർത്താദാസൻ പാസ്റ്റർ ക്ലാരൻസ് മർദയെ പരിചയപ്പെടുത്തുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. തിരുനെൽവേലി കേന്ദ്രമാക്കി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസനാണ്. പീസ് അസംബ്ലി ഓഫ് ഗോഡ് എന്ന അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ ചീഫ് പാസ്റ്ററായി, അതിന്റെ മെയിൻ പാസ്റ്ററായി അദ്ദേഹം സേവനമേറ്റിരിക്കുന്നു. സീനിയർ പാസ്റ്ററാണ്. അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസന്റെ അനുഭവ സാക്ഷി ഇന്ന് പകൽ അല്പം പറയാനിടയായി തീർന്നു. ഞങ്ങളുടെ ദൈവത്തെ വിളിച്ചു. ഏകദേശം 2000-ലധികം ആളുകൾ ഇന്ന് ആ സഭയിൽ ദൈവത്തെ ആരാധിച്ചു വരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടാൻ കാരണം പ്രിയ A.T. ജോസ്, എന്റെ സഹോദരൻ A.T. ജോസ് ആണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തിയത്. പരിചയപ്പെട്ട അന്ന് മുതൽ അദ്ദേഹത്തിന്റെ പ്രത്യേക സ്നേഹവും താല്പര്യവും എനിക്ക് തോന്നി. ജീവിതവും തന്റെ ദർശനവും ഒരു വലിയ അത്ഭുതമായി മാറിയിരിക്കുന്നു. ദൈവങ്ങൾ ഒരാളുള്ള ഇണങ്ങി ആയുധമായി മാറിയാൽ എത്രമാത്രം ഉപയോഗിക്കുമെന്ന് ലോകം ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മുടെ സഭകൾ 10-50 പേരുള്ള സഭകളാണ് നമ്മുടെ വലിയ ദർശനം. എന്നാൽ ഈ കേരളക്കരയിൽ അല്ല, ഈ ഇന്ത്യയിലെ നമുക്ക് ആയിരക്കണക്കിന് ആളുകൾ കൊടുക്കുന്ന സഭകൾ ഉണ്ടാകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മൾ അവരുടെ മുമ്പിൽ ഇണങ്ങി ആയുധമായി മാറിയാൽ മതി. എന്റെ ആഗ്രഹം കേരളത്തിലുള്ള എല്ലാ സഭകളും 100 ആളുകൾ കൂടുന്ന വലിയ സഭകളായി മാറണമെന്നുള്ളതാണ്. നമ്മുടെ ദർശനം വർദ്ധിച്ചാൽ, അത്ഭുതം വർദ്ധിപ്പാൽ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. അത് വിശ്വസിക്കുന്ന ദൈവം 2 കൈ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ സഭയ്ക്കകത്ത് പോരാടുന്ന എല്ലാ അന്ധകാര വ്യാപാരങ്ങളും അഴിച്ചു മാറ്റി ആമേ ദേശത്തും തെക്കുന്നും വടക്കുന്നും കിഴക്കുന്നും പടിഞ്ഞാറിന്നും നോഗയുടെ പട്ടണത്തിലേക്ക് ആമേ മൃഗങ്ങൾ ഓടിക്കൂടിയത് പോലെ ഒരു വലിയ ഒഴുക്കി ദിവസം സഭയിലേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേ കർത്താവ് ദാസനോട് പ്രത്യേകമായ വന്ദനവും നന്ദിയും പറയുന്നു. Now the anointed servant of God, Pastor Clarence Mardey, will come forward and share the word of God, and Pastor Alexander Thomas will translate the message. Praise the Lord. Hallelujah. How many of you happy this evening meeting? ഈ സന്ധ്യാസമയത്ത് ഇവിടെ ആയിരിക്കുന്നതിൽ നമ്മൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്? Amen. Praise the Lord. It is my privilege, honor to come and share my testimony and share the word of God to you. എന്റെ ജീവിതത്തിലെ ഇതൊരു വലിയൊരു അവസരമായി കാണുന്നു. ഇവിടെ കടന്നു വന്ന് നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചനവും എന്റെ സാക്ഷ്യങ്ങളും പ്രസ്താവിക്കാൻ ലഭിച്ച അവസരം. So I would like to thank God for my brother in the Lord, Pastor A.T. Jose and his family, and they are the one who really, they are the great blessing in my life. They are the one who invited me through Pastor Raju Puvakala.
ക്രിസ്തുവിൽ എന്റെ സഹോദരനായ എ.ടി. ജോസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അദ്ദേഹം മുഖാന്തരം പാസ്റ്റർ രാജു ഭൂകാലുമായി പരിചയപ്പെടുവാനും ഇവിടെ കടന്നു വരുവാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും എനിക്ക് അവസരം ലഭിച്ചു. So I know Pastor Christopher, Pastor Dr. T.B. Varghese' son. He was with us for his internship, and he is like one of our family members, like one of our sons. I am glad to see him. He has opened his house for us to stay during this convention. I would like to thank for their family. ടി.പി. വർഗീസിന്റെ മകനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാകുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ കടന്നു വരുവാനും ഭവനത്തില് പാർക്കുവാനും ദൈവം സാവകാശം തന്നു. So praise the Lord. Today we had a wonderful early morning, the morning session. God has really spoken to us through the scriptures. ഇന്ന് രാവിലത്തെ സെഷനിൽ വലിയവനായ ദൈവം തന്റെ വചനത്തിൽ കൂടി ശക്തമായിട്ടും വ്യക്തമായിട്ടും നമ്മോട് സംസാരിച്ചിരിക്കുകയാണ്. So Pastor Raju Pogala told me to conclude the message on time 9:15. രാജു ഭൂകാല എന്നോട് പറഞ്ഞു സമയം 9:15 വരെയുള്ള സമയമുണ്ട്. ശക്തിയോടെ ദൈവവചനം. So punctuality is the virtue of Christianity. ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും ഒരു നല്ല ക്യാരക്ടർ സ്വഭാവം പക്വത എന്നുള്ളതാകുന്നു. Blessed are those who conclude the message on time, they will be called again. സമയത്ത് തന്നെ അവരുടെ സന്ദേശം നിർത്തുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരെ വീണ്ടും വിളിക്കുന്നതായിരിക്കും. Amen. വീണ്ടും വിളിക്കുമോ അറിയത്തില്ല. രണ്ടാമത് വീണ്ടും വിളിക്കുമെന്ന് അറിയത്തില്ല. Praise the Lord. Amen. Hallelujah. God is a wonderful God. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാകുന്നു. Our God is a good God. നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാകുന്നു. Our God is a living God. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാകുന്നു. Really, I enjoy the presence of God here in this tent. ഈ പന്തലിനുള്ളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയുന്നു. I praise God. This is like a tabernacle tent of God. ഈ പന്തല് കാണുമ്പോൾ എന്റെ ഓർമ്മ പഴയ നിയമത്തിലേക്ക് കടന്നു പോകുന്നു. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ ഉണ്ടായിരുന്ന സമാഗമന കൂടാരം പോലെയാകുന്നു. So praise the Lord. The Ark of the Covenant is here. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ദൈവപ്പെട്ടകം ഇവിടെയുണ്ട്. And the cloud of pillar. The glory of God is here in this place. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം ഈ പ്രദേശത്തുണ്ട്, ഈ സ്ഥലത്തുണ്ട്. The pillar of the cloud is here in the midst of us. ദൈവത്തിന്റെ മഹത്വത്തിന്റെ അല്ലെങ്കിൽ ഷെക്കേന ഇവിടെ ഉണ്ട്. So I praise the Lord. Before I want to share the word of God, I would read a portion for you from the word of God. ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വേദവാക്യം വായിക്കാൻ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. Please turn with me. If you have a Bible with you, please turn with me. Isaiah, the book of Isaiah, chapter 51, verses from 1 to 4. യെശയ്യാ പ്രവചന പുസ്തകം 51-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എന്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയെങ്കിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. അവൻ അതിന്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ചു. അതിന്റെ മരുഭൂമി ഏദനെ പോലെയും അതിന്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീത ഘോഷവും അതിലുണ്ടാകും. എന്റെ ജനമേ, എന്റെ വാക്ക് കേൾക്കുവി. എന്റെ ജാതിയെ എനിക്ക് ചെവി തരുവി. ഉപദേശം എങ്കിൽ നിന്ന് പുറപ്പെടും. ഞാൻ എന്റെ ന്യായത്തെ വംശങ്ങൾക്ക് പ്രകാശമായി സ്ഥാപിക്കും. Amen. Hallelujah. Amen. Praise God. I thank God for the scripture today. ഈ ദൈവവചനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Isaiah, the prophet of God, he was prophesying about the upcoming things in his life. ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഭാവിയിൽ വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയാകുന്നു. And listen to me, you who pursue righteousness and who seek the Lord, look to the rock from which you were cut and to the quarry from which was hewn. Look to the Abraham your father and to Sarah who gave birth. When I called him, he was but one, and I blessed him and made him many. So today, this afternoon, this evening meeting, and God has shown me to talk from this text.
ഇന്ന് വൈകിട്ടത്തെ സഭയില് ഈ കൂടിവരവില് ഈ ഭാഗത്ത് നിന്ന് പ്രസംഗിക്കുമെന്ന് വേണം ദൈവത്തിന്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചു. Look to the forefather Abraham. നമ്മുടെ പിതാവായ അബ്രഹാമിലേക്ക് തിരിഞ്ഞു നോക്കുവിൻ. Look our mother Sarah. നമ്മുടെ മാതാവായ സാരയിലേക്ക് തിരിഞ്ഞു നോക്കുക. So we have to remember our forefathers in our life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ നാം ഓർക്കുക പതിവാകുന്നു. The Holy Spirit is encouraging us, Holy Spirit speaking us, remember the forefather of Abraham, Isaac and Jacob. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നത് ഉത്സാഹിക്കുന്നത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിനെ തിരിഞ്ഞു നോക്കുവിൻ. We are all human beings. Many times we used to forget all the blessings of our forefathers' life. നാം മനുഷ്യരാകുന്ന പലപ്പോഴും നമ്മളിലുള്ളതായ ഒരു ബലഹീനതയാണ് പൂർവ്വ പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങളെ മറന്നു പോകുക എന്നുള്ളത്. So the Holy Spirit is reminding us, look back to the father Abraham. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സന്ധ്യാസമയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തിരിഞ്ഞ് നമ്മുടെ പിതാവായ അബ്രഹാമിലേക്ക് So the നോക്കുക. Holy Spirit is speaking to here, listen to me, you who pursue righteousness and who seek the Lord, look to the rock from which you were cut. നീതിയെ അന്വേഷിക്കുന്നവരെ, ദൈവത്തിലേക്ക് തിരിയുന്നവരെ തിരിഞ്ഞു നോക്കുവിൻ, ഏതു പാറയിൽ നിന്ന് നിങ്ങളെ വെട്ടിയെടുത്തിരിക്കുന്നു. So we should know about the history of our families. നമ്മുടെ കുടുംബത്തിന്റേതായ ചരിത്രങ്ങൾ നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാകുന്നു. We should know about the history of our ministry. നമ്മുടെ ശുശ്രൂഷയെ കുറിച്ചുള്ള പഴയ ചരിത്രങ്ങൾ അറിഞ്ഞിരിക്കുന്നത് We should നല്ലതാകുന്നു. know about the church ministry. നാം നമ്മുടെ സഭയെ കുറിച്ചുള്ളതായ ചരിത്രങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാകുന്നു. And we should know how God has brought us from the bottom of life to that blessed life. നമ്മുടെ പഴയ അനുഭവത്തിൽ നിന്ന്, പഴയ സാഹചര്യത്തിൽ നിന്ന് ഇത്രത്തോളം അനുഗ്രഹത്തിൽ എങ്ങനെ കൊണ്ടുവന്ന് നാം ഓർക്കേണ്ടത് And we have അത്യാവശ്യമാണ്. to ask our fathers how God has blessed you. നമുക്ക് പൂർവ്വ പിതാക്കന്മാരെ നോക്കുമ്പോൾ ദൈവം അവരെ അങ്ങനെ അനുഗ്രഹിച്ച് നമുക്ക് So നോക്കാൻ many സാധിക്കും. times we are human beings, we should always forget our forefathers' life. നാം മനുഷ്യരായിരിക്കുക നമ്മുടെ ബലഹീനതയാണ് പണ്ടുള്ളതായ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ മറന്നു പോകുക So a എന്നുള്ളത്. man of God said, if you want to make history, you have to study history. ഒരിക്കൽ ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞു, If you want to make history, you have to study history. നിനക്ക് ചരിത്രം ഉണ്ടാക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ചരിത്രത്തെ പഠിക്കണമെന്ന് പറഞ്ഞു. Amen. Hallelujah. If anybody is interested to make history, you have to study history. ആരെങ്കിലും ലോകത്തിൽ ചരിത്രം അല്ലെങ്കിൽ ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം ചരിത്രത്തെ പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാകുന്നു. History means his story. ഹിസ്റ്ററി എന്ന അർത്ഥമാകുന്നത് ഹിസ്റ്റോറി എന്ന അവന്റെ കഥ എന്നാകുന്നു. So history means our Lord Jesus Christ's life and death and crucifixion and the resurrection. അവന്റെ കഥ എന്ന് വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം, അവന്റെ പഠിപ്പീര്, അവന്റെ ശുശ്രൂഷ, അവന്റെ ക്രൂശീകരണം, അവന്റെ മരണം എന്നുള്ളതാകുന്നു. So this afternoon, this evening, if you want to make history, you have to study his story. നിങ്ങൾക്ക് ചരിത്രം തുടരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ചരിത്രം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവന്റെ ചരിത്രം നാം പഠിക്കണം. How many of you really want to make a history in your life? നിങ്ങളുടെ ജീവിതത്തിൽ ചരിത്രത്തെ തുടരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? Say praise the Lord. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. Yes Lord, I want to make a history. എനിക്ക് ലോകത്തിൽ ചില ചരിത്രങ്ങൾ ഉണ്ടാക്കണം. I want to make a history in my life. എന്റെ ജീവിതത്തിൽ ചില പുതിയ ചരിത്രങ്ങൾ എനിക്ക് തുടങ്ങണം. I want to make history in my family life. എന്റെ കുടുംബത്തിൽ കുടുംബ ജീവിതത്തിൽ ചില ചരിത്രങ്ങൾ ഉണ്ടാക്കണം. I want to make a history in my church ministry. എന്റെ സഭയിൽ, എന്റെ സഭാ ശുശ്രൂഷയിൽ ചില ചരിത്രങ്ങൾ ഉണ്ടാകണം. I want to make history in my prayer life. എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ചില ചരിത്രങ്ങൾ സ്ഥാപിക്കാൻ ഞാൻ I want ആഗ്രഹിക്കുന്നു. to bring more souls into the kingdom of God. അനേക ആത്മാക്കളെ ദൈവ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ God ആഗ്രഹിക്കുന്നു. help me. I want to make a history. ദൈവമേ, ചില ചരിത്രങ്ങൾ സ്ഥാപിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ, Lord, you are the one who is making us. ദൈവമേ, നീയാണ് ചരിത്രങ്ങൾ സ്ഥാപിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നത്. You are the one who is establishing us. നീയാണ് ഞങ്ങളെ സ്ഥാപിക്കുന്നത്, ഞങ്ങളെ ഉറപ്പിക്കുന്നത്. You are the one who is enabling us. നീയാണ് ഞങ്ങളെ സഹായിക്കുന്നത്. So the Holy Spirit is talking, look back to the father of Abraham. ദൈവത്തിന്റെ പരിശുദ്ധ ഇപ്രകാരം പറയുന്നു, നമ്മുടെ പിതാവായ അബ്രഹാമിലേക്ക് So തിരിഞ്ഞു when നോക്കുക. God called Abraham, he listened and he obeyed. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ വിളി കേട്ട് അദ്ദേഹം So അനുസരിച്ചിരുന്നു. when we go to the book of Genesis chapter 12, the Lord God said to Abraham and he told him, leave your country and leave your people, leave your father household and go to the land where I will show to you.
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ നിന്റെ ചാർച്ചക്കാരെ, നിന്റെ ദേശക്കാരെ, നിന്റെ ആൾക്കാരെ വിട്ടിട്ട് ഞാൻ നിന്നെ കാണിക്കാൻ പോകുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. The call of God was upon the life of Abraham. ദൈവത്തിന്റെ വിളി അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. And God has called this man of God. ഈ ഭക്തനെ വിളിച്ചു വേർതിരിച്ചു. The same God who is calling, the same God who called Abraham is calling you right now today. അബ്രഹാമിനെ വിളിച്ചവനായ ദൈവം ഇന്ന് രാത്രികാലം ഈ പന്തലിൽ ഇരിക്കുന്നവരെ വിളിക്കുന്നു. Amen. Say praise the Lord. ദൈവത്തിന് സ്തോത്രം Shall we ചെയ്യാം. clap and worship the Lord? അടിച്ച് ദൈവത്തെ We മഹത്വപ്പെടുത്തിയാണ്. are serving a living God. നാം സേവിക്കുന്നത്, നാം ആരാധിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തെയാകുന്നു. Our God is a speaking God. നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവമാകുന്നു. Our God is in the midst of us. നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. The same God who called Abraham is calling to you. അബ്രഹാമിനെ വിളിച്ചവനായ ദൈവം ഇന്ന് രാത്രികാലം നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നു. He told Abraham, leave your country എബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ദേശത്തെ വിടുക, and leave your people നിന്റെ ചാർച്ചക്കാരെ വിടുക, and leave your father's household നിന്റെ പിതാവിന്റെ ഭവനം വിടുക, and go to the land where I will show to you. ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. If you do 4 things in your life, ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ and God is going to bless us in 7 levels. നാം 4 കാര്യങ്ങൾ അനുസരിച്ചാൽ 7 മേഖലയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന So ദൈവമാണ്. number 1, God said, I will make you into a great nation. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. If you leave your family, നീ നിന്റെ കുടുംബത്തെ if വിടുകയാണെങ്കിൽ, you leave your own people, നിന്റെ ചാർച്ചക്കാരെ വിടുകയാണെങ്കിൽ, even if you leave your own nation, നിന്റെ ദേശത്തെ വിടുകയാണെങ്കിൽ, and I will make you a great nation. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. Amen. ആമേൻ. Say praise the Lord. ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. When we do our part, God is ready to do His part. നാം നമ്മുടെ ഭാഗം ചെയ്യുമ്പോൾ ദൈവം തന്റെ ഭാഗം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. Amen. Hallelujah. ആമേൻ. Amen. Hallelujah. ഹല്ലേലൂയ. So praise the Lord. God said, I will make you a great nation, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. and I will bless you, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. and I will make you great. ഞാൻ നിന്നെ വലിയവനാക്കും. I will make your name great, നിന്റെ നാമം ഞാൻ വലിയതാക്കും. and you will be a blessing. നീ ഒരു അനുഗ്രഹമായി തീരും. And I will bless you those who bless you. നിന്നെ അനുഗ്രഹിക്കുന്നതിന് ഞാൻ അനുഗ്രഹിക്കും. And whoever curse you, I will curse them. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. All people on earth will be blessed through you. നിന്നിൽ മുഖാന്തരം എല്ലാ ജനവും അനുഗ്രഹിക്കപ്പെടും. So God told him, I am going to bless you. ദൈവം തന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. Today we are serving the God of blessing. നാം ആരാധിക്കുകയും ചെയ്യുന്നത് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാകുന്നു. Amen. Say praise the Lord. Hallelujah. സ്തോത്രം പറഞ്ഞാണ്. Abraham, he was alone. അബ്രഹാം ഇറങ്ങി തിരിച്ചുള്ളവൻ തനിയായിരുന്നു. And God said, I am going to bless you. ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. I am going to make a great nation. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാൻ He പോകുന്നു. was an ordinary person. അവനൊരു സാധാരണ വ്യക്തിയായിരുന്നു. Even no children in the family. No children in the family. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു. And the Bible says at the age of 75 God has called him for the promised land. അദ്ദേഹത്തിന് 75 വയസ്സുള്ളപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ച് വാഗ്ദത്ത ദേശത്തെ കുറിച്ച് പറഞ്ഞു. And immediately Abraham obeyed. അബ്രഹാം ദൈവിക വചനത്തെ അനുസരിച്ചു. God said, I am going to bless you. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ Not only for your blessing, I am going to bless you through all the nation. ഞാൻ നിന്നെ അനുഗ്രഹിക്കും മാത്രമല്ല, നീ മുഖാന്തരം സകല ദേശവും അനുഗ്രഹിക്കപ്പെടും. Thank God, God has fulfilled the promise in his life. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം ചെയ്ത വാഗ്ദത്തം അബ്രഹാമിന്റെ ജീവിതത്തിൽ നിവർത്തീകരിച്ചു. Today he is the father of many nations. ഇന്ന് അബ്രഹാമിനെ കുറിച്ച് നാം പഠിക്കുന്നത്, അവൻ പല ദേശത്തിന്റെയും പിതാവായിരിക്കും. He is the father of the people of God in Israel. അവൻ ഇസ്രായേൽ ജാതിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നു. And he is the father of all the Islamic world. അദ്ദേഹം ഇസ്ലാം ദേശത്തിൽ ഇസ്ലാം ജാതികളുടെ പിതാവായിട്ട് അറിയപ്പെടുന്നു. And he is the father of the believers. അവൻ വിശ്വാസികളുടെ പിതാവായിട്ടും അറിയപ്പെടുന്നു. He was alone. ഇറങ്ങി തിരിച്ചപ്പോൾ അവൻ ഏകനായിരുന്നു. When God had called him, he was alone. ദൈവം അവനെ വിളിച്ചപ്പോൾ അവൻ ഏകനായിരുന്നു. No children. കുഞ്ഞുങ്ങളില്ലായിരുന്നു.
no blessings in his life. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഒന്നുമില്ലായിരുന്നു. But he has to pay the price for the call of God in his life. ദൈവത്തിന്റെ വിളിക്ക് വേണ്ടി താൻ ഒരു വില കൊടുക്കേണ്ടി വന്നു. How many of you really want to pay the price for the blessings? ഇന്ന് സായാഹ്ന വേളയിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഒരു അനുഗ്രഹത്തിന് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി എത്ര പേര് വില കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു? No pain, no gain. വേദന ഇല്ലെങ്കിൽ ഒരു സമ്പാദ്യമല്ല. No cross, no crown. ക്രൂശ് ഇല്ലെങ്കിൽ ഒരു കിരീടമില്ല. We have to pay the price. നാം വില കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാകുന്നു. Everyone, they like to receive the blessings of God in their lives. എല്ലാവരും ദൈവത്തിൽ നിന്ന് ദൈവീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ But ആഗ്രഹിക്കുന്നു. nobody is interested to pay the price for God. എന്നാൽ വില കൊടുക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല, ആരും താല്പര്യമില്ല. So when you study about the background or the previous history of the Pentecostal churches, maybe in Kerala or in Tamil Nadu, all the forefathers, they sacrificed themselves. പെന്തിക്കോസ് ചരിത്രം തമിഴ്നാട്ടിലുള്ളതോ കേരളത്തിലുള്ളതായ ഇന്ത്യയിലുള്ളതായ ലോകത്തുള്ള പെന്തിക്കോസ് ചരിത്രം പഠിച്ചാൽ പൂർവ്വ പിതാക്കന്മാർ പെന്തിക്കോസ് സത്യങ്ങൾക്ക് വേണ്ടി അവരൊരു വില കൊടുത്തു. ദൈവത്തിന് സ്തോത്രം ചെയ്താണ്, ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്, ഞങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്, ദൈവത്തിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. God had called them, they paid the price. ദൈവം അദ്ദേഹത്തെ വിളിച്ചത് ഒരു വില കൊടുക്കാൻ വേണ്ടിയാകുന്നു. And they have to leave their own families. ആ വില എന്താണെന്ന് വെച്ചാൽ തന്റെ കുടുംബത്തെ ചാർച്ചക്കാരെ വിടുക എന്നുള്ളതായിരുന്നു. Even when God has called them to go from Kerala to Tamil Nadu, they sacrifice their lives. ഒരുപക്ഷെ കേരളത്തിലുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുവാൻ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർ ത്യാഗം ചെയ്യുകയാണ്. I know, I have read a story about a pastor, IPC pastor. He was traveling from Kerala to Tamil Nadu. On the way, when they were traveling, the 3 months old baby died on their way. ഒരു ദൈവഭൃത്യനെ കുറിച്ച് എനിക്കറിയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുവാൻ ദൈവം അദ്ദേഹത്തോട് കൽപ്പിച്ചപ്പോൾ കുടുംബമായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയില് തന്റെ കുഞ്ഞ് മരിച്ചു പോയതായി ഞാൻ In those days, no food for them. ആ ദിവസങ്ങളിൽ അവർക്ക് ആവശ്യമായ ആഹാരമില്ലായിരുന്നു. In those days, no proper clothes to wear. അന്ന് ധരിക്കുവാൻ ആവശ്യമായ വസ്ത്രമില്ലായിരുന്നു. But thank God, they paid the price for the call of God in their lives. അവരുടെ ജീവിതത്തിൽ ആവശ്യമായ ആഹാരമില്ലായിരുന്നെങ്കിലോ വസ്ത്രമില്ലായിരുന്നെങ്കിലോ ദൈവത്തിന്റെ വിളിക്ക് അവർ വില കൊടുക്കാൻ തയ്യാറായിരുന്നു. Amen, hallelujah. Amen. Today, are you ready to pay the price for the blessings of God in your life? ഇന്ന് സായാഹ്ന വേളയിൽ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, ദൈവീയ അനുഗ്രഹം പ്രാപിപ്പാൻ ഒരു വില കൊടുപ്പാൻ എത്ര പേർ തയ്യാറാകുന്നു? Praise the Lord Jesus, He is a model for us. ഈ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. But thank God, He is a model for us. യേശുക്രിസ്തു നമുക്കൊരു മാതൃകാ പുരുഷനാകുന്നു. And He has paid the price for us. അവൻ നമുക്ക് വേണ്ടി ഒരു വില കൊടുത്തു. He came from heaven to earth to die at the cross of Calvary. അവൻ സ്വർഗ്ഗത്തിലെ സകല മഹിമയെ ഉപേക്ഷിച്ച് താഴലോകത്തിൽ വന്നു നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ മരിച്ചു. Today the same God is expecting us to pay the price for God. ആര് നമുക്ക് വേണ്ടി മരിച്ചോ, യാഗമായി തീർന്നോ, അവൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നാം അവന് വേണ്ടി ഒരു വില കൊടുക്കണം. Remember, ഓർക്കുക, my dear brothers and sisters, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, let us go to the father of Abraham. അബ്രഹാമിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. Let us go and see our mother Sarah. നമ്മുടെ പൂർവ്വ മാതാവായ സാറയെ ഒന്ന് ഓർക്കുക. And they paid the price for God. അവർ ദൈവത്തിന് വേണ്ടി ചില വിലകൾ കൊടുത്തു. Are you willing to pay the price for God? ഇന്ന് രാത്രി സമയത്ത് ചോദിക്കും, നിങ്ങൾ ചില വില കൊടുപ്പാൻ തയ്യാറാകുന്നു? If you are ready to pay the price, God is ready to bless you. ഇന്ന് വില കൊടുപ്പാൻ തയ്യാറായാൽ ദൈവം അനുഗ്രഹിപ്പാൻ അവൻ ശക്തനാകുന്നു. I will make your name great. നിന്റെ നാമം ഞാൻ വലിയതാക്കും. I will make your name great. നിന്റെ നാമം വലുതാക്കും. And you will be a blessing. നീ ഒരു അനുഗ്രഹമായി തീരും. You will be a blessing not only for your family, for your nation. നിനക്കും നിന്റെ കുടുംബത്തിന് മാത്രമല്ല, ലോകത്തിന് നീ ഒരു അനുഗ്രഹമായി തീരും. But He is the Almighty God. അവൻ ശക്തനായ ദൈവമാകുന്നു. Almighty God is calling you. ഇന്നിപ്പോ ഈ സാധനങ്ങളെ ദൈവം നിങ്ങളെ വിളിക്കുന്നു. He is the living God is calling you. ജീവിക്കുന്ന ദൈവം നിങ്ങളെ വിളിക്കുന്നു. If you want to surrender today, ഇന്ന് നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ He's going to take you and use you in a special way to be a blessing for many nations.
നിങ്ങളെ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ ദേശത്ത് നിങ്ങളെ അനുഗ്രഹ വിഷയമാക്കി. And you may think that I am an ordinary person. നിങ്ങൾ ഇന്ന് ചിന്തിക്കുവാൻ ദൈവമേ ഞാനൊരു സാധാരണ വ്യക്തിയാകുന്നു. Jesus, I don't have education. കർത്താവേ എനിക്ക് ആവശ്യമായ I don't have a family background. എനിക്ക് എന്റെ കുടുംബത്തിന്റെ I don't പശ്ചാത്തലം, have money. എനിക്ക് പൈസ ഇല്ല, I don't have people to go. എനിക്ക് എന്നെ സഹായിക്കാൻ ആൾക്കാരില്ല. But today God is calling you. എന്നാൽ ഇന്ന് രാത്രി സമയം ദൈവം നിങ്ങളെ വിളിക്കുന്നു. If you listen, നിങ്ങൾ ശ്രദ്ധിക്കൂ. if you listen, നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, if you listen carefully, നിങ്ങൾ ശ്രദ്ധയോട് the കേൾക്കുന്നുവെങ്കിൽ, same God who called Abraham is calling you. അബ്രഹാമിനെ വിളിച്ചവനായ ദൈവം, അനുഗ്രഹിച്ചവനായ ദൈവം നിങ്ങളെയും വിളിക്കുന്നു. Today, Tiruvalla IPC convention people, I want to tell you. ഈ IPC കൺവെൻഷൻ കടന്നു വന്ന ദൈവജനമേ നിങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. God has sent me from Tamil Nadu to come to Tiruvalla to tell you God is calling. തമിഴ്നാടിൽ നിന്ന് തിരുനെൽവേലിയിൽ എന്നെ ദൈവം ഇവിടെ അയച്ചത് ഈ കാര്യം പറയാനാണ്. ദൈവം നിങ്ങളെ വിളിക്കുന്നു. As you have called so many voices around you. നിങ്ങൾ വളരെയുള്ള ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. But today, എന്നാൽ ഇന്ന് God is calling you specifically. ദൈവം നിങ്ങളോട് വ്യക്തിപരമായി നിങ്ങളെ God വിളിക്കുന്നു. is calling you clearly. ദൈവം നിങ്ങളെ സ്പഷ്ടമായി വിളിക്കുന്നു. Come for prayer. പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരിക. You have to sacrifice for the prayer ministry. നിങ്ങൾ പ്രാർത്ഥന എന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ത്യാഗം അർപ്പിക്കേണ്ടി വരുന്നു. Less prayer, less power. കുറച്ചു പ്രാർത്ഥിച്ചാൽ കുറച്ചു ശക്തി. No prayer, no power. പ്രാർത്ഥനയില്ലെങ്കിൽ ശക്തിയില്ല. More prayer, more power. നിങ്ങൾ അധികം പ്രാർത്ഥിക്കുന്നത് അധികം ശക്തിയുണ്ട്. You have to pay the price for the prayer ministry. പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ചില വില കൊടുക്കണം. Today, my friends, we all are expecting the blessings of God in our life. നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിക്കുന്നവരാകുന്നു. But we have to pay the price. നാം ചില വിലകൾ കൊടുക്കണം. It is not easy to pray 1 hour. ഒരു മണിക്കൂർ ചിലവിടുന്നത് ഒരു നിസ്സാരമായ കാര്യം. It is easy to sing and worship 1 hour. ഒരു മണിക്കൂർ പാടി ആരാധിക്കുക എന്ന് പറയുന്നത് ഈസിയായ കാര്യമല്ല. It is easy to preach 1 or 2 hours, 3 hours preaching. ഒരു 2-3 മണിക്കൂർ പ്രസംഗിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. But it is not easy to pray 1 hour. ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. But I want to tell you, prayer can move the hands that moves the nation. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ എന്തൊക്കെ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന കരങ്ങളെ ചലിപ്പിക്കുന്നു. ചലിക്കുന്ന കരങ്ങൾ ദേശത്തെ ചലിപ്പിക്കുന്നു. Less prayer, less power. കുറച്ചു പ്രാർത്ഥന കുറച്ചു ശക്തി. More prayer, more power. കൂടുതൽ പ്രാർത്ഥന കൂടുതൽ ശക്തി. No prayer, no power. പ്രാർത്ഥനയില്ലെങ്കിൽ ശക്തിയില്ല. All our forefathers, they paid the price for the prayer life. ആമേൻ. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ ഒരു വില കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്താൽ, Amen. Hallelujah. ദൈവത്തിന് മഹത്വപ്പെടുത്തിയാൽ, Hallelujah. Jesus is the model for us. യേശു നമുക്കൊരു മാതൃകാ പുരുഷനാകുന്നു. He spent all night in prayer. യേശു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ചിലവിട്ടു. And he did ministry the whole daytime. പകൽ മുഴുവനും താൻ ശുശ്രൂഷ ചെയ്യാൻ പതിവായിരുന്നു. He was preparing himself for 30 years for 3.5 hour ministry. നീണ്ട 30 വർഷം താൻ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ഒരുക്കിയായിരുന്നു. And God was preparing Moses 40 years of ministry. He was preparing for him for 80 years. 40 വർഷത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി മോശെ 80 വർഷത്തെ പരിശീലന കളരിയിൽ കൂടി കടത്തിവിട്ടു. Today, my brothers and sisters, I want to tell you, എന്റെ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാൻ പറയുവാൻ the ആഗ്രഹിക്കുന്നു. secret of the success of the ministry is prayer. ശുശ്രൂഷയുടെ വളർച്ചയോ അതിന്റെ അനുഗ്രഹമോ മറ്റൊന്നുമല്ല പ്രാർത്ഥനയാകുന്നു. The secret of the church growth is prayer. ചർച്ചിന്റെ വളർച്ചയുടേതായ ശക്തി എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാകുന്നു. Today, God is calling for the prayer ministry. ഇന്ന് സായനവേളയിൽ ദൈവം നിങ്ങളെ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിലേക്ക് വിളിക്കുകയാകുന്നു. You may come for convention after convention. നിങ്ങൾ കൺവെൻഷനിൽ നിന്ന് മറ്റൊരു കൺവെൻഷനിലേക്ക് കടന്നു You വന്നതായിരിക്കും. may come for to listen many preaching after preachings. നിങ്ങൾ വളരെയധികം സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. But when you pray, എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ you can see the hand of God upon your life.
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത് കാണുവാൻ Shall സാധിക്കും. we clap and worship the Lord? കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ട്, ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, ശക്തിയോടെ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ട്. Yes, yes. Glory to Jesus. Praying man is a growing man. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വളരുന്ന മനുഷ്യനാകും. Praying family is a growing family. പ്രാർത്ഥിക്കുന്ന കുടുംബം ഉയരുന്ന കുടുംബമാകും. Praying church is a growing church. പ്രാർത്ഥിക്കുന്ന സഭ വളരുന്ന How സഭയാകും. many of you really want to see your church to grow fast? നിങ്ങളിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു ഞാൻ കൂടി വരുന്ന സഭ വളരെയധികം വേഗം അനുഗ്രഹിക്കപ്പെടണം? Yes. Amen. Glory to Amen. Jesus. Amen. Amen. Lord, make me a prayer warrior. ദൈവമേ എന്നെ ഒരു പ്രാർത്ഥനാ വീരനാക്കണമേ. Lord, make me a praying woman. എന്നെ ഒരു പ്രാർത്ഥിക്കുന്ന സ്ത്രീയാക്കണമേ. Lord, make me a praying man. ദൈവമേ എന്നെ ഒരു പ്രാർത്ഥിക്കുന്ന Lord, make വ്യക്തിയാക്കണമേ. me a praying pastor. ദൈവമേ എന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷകനാക്കണമേ. Lord, make me a prayer warrior. ദൈവമേ പ്രാർത്ഥിക്കുന്ന ഒരു Lord, വ്യക്തിയാക്കണമേ. I want to see a great move of God. ദൈവമേ നിന്റെ ചലനം ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. God is calling you. സഹോദര സഹോദരിന്റെ God ദൈവം is വിളിക്കുന്നു. calling you, my brother. സഹോദരന്റെ ദൈവം God വിളിക്കുന്നു. is calling you, sister. സഹോദരി നിന്റെ ദൈവം വിളിക്കുന്നു. Not for anything. മറ്റു കാര്യങ്ങൾക്ക് But വേണ്ടിയല്ല. God, He wants to deal with you. ദൈവത്തിന് നിന്നോട് ബന്ധപ്പെടണം. God wants to touch you. ദൈവത്തിന് നിന്നെ തൊടണം. God, He is going to be a blessing for many nations. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ നീ മറ്റവർക്ക് God അനുഗ്രഹിക്കണം. God is going to make your name great. ദൈവത്തിന് നിന്റെ നാമം വലിയതാക്കണം. Amen. Hallelujah. Hallelujah. Amen. Hallelujah. Amen. Praying pastor and praying people, they are growing people. പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൾ, പ്രാർത്ഥിക്കുന്ന ജനം അവർ വളരുന്ന ജനമാകുന്നു. യെസ്. We all know about the largest church in the world in Seoul, Korea. നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പെന്തിക്കോസ്ത് സഭയെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടല്ലോ, സൗത്ത് കൊറിയയിലുള്ള. The senior pastor of the largest church in Korea, Dr. Paul Yonggi-cho. ഡോക്ടർ പോൾ യോങ്കിച്ചെ ആകുന്നു ആ ഏറ്റവും വലിയ സഭയുടെ. He has 1 million people in his church. അവന് 1 million. അദ്ദേഹം 10 lakhs 10 ലക്ഷത്തിൽ പരം ആൾക്കാർ അദ്ദേഹത്തിന്റെ And many people they asked to go and ask because pastor, you are the largest church pastor in the world. പലരും അദ്ദേഹത്തോട് ചെന്ന് പ്രകാരം ചോദിക്കാറുണ്ട്, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററാകുന്നല്ലോ. So pastor, tell us what is the secret of the success of your ministry? ദൈവദാസ ഞങ്ങളോട് പറഞ്ഞാട്ട് അങ്ങയുടെ ശുശ്രൂഷയുടേതായ അല്ലെങ്കിൽ ആ വളർച്ചയുടേതായ ഏറ്റവും വലിയ സക്സസ് എന്താകുന്നു? And the pastor replied for them, the first reason of the success is prayer. എന്റെ ഉയർച്ചയുടെ ഏറ്റവും മൂല്യ കാരണം മറ്റൊന്നുമല്ല, പ്രാർത്ഥനയാകുന്നു. Number 2 is prayer. രണ്ടാമതും പ്രാർത്ഥനയാകുന്നു. Number 3 is prayer. മൂന്നാമത്തെ കാര്യവും പ്രാർത്ഥനയാകുന്നു. 4, 5, 6, 7, the key is prayer. 1, 3, 4, 5, 6 എല്ലാ സ്റ്റെപ്പുകളും ഉയർച്ചയുടെ എല്ലാ സ്റ്റെപ്പുകളും പ്രാർത്ഥനയാകുന്നു. Today, my friends, I want to encourage you to pray more. എന്റെ സ്നേഹിതരെ ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്നവരാകണം. I want to see praying mother. പ്രാർത്ഥിക്കുന്ന മാതാക്കളെ എനിക്ക് കാണണം. I want to see praying fathers. പ്രാർത്ഥിക്കുന്ന പിതാക്കളെ എനിക്ക് കാണണം. I want to see praying children. പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്ക് കാണണം. I want to see praying pastors. എനിക്ക് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകന്മാരെ എനിക്ക് കാണണം. If we all join together, worship the Lord and ask the Lord to bless us. നാം ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പറയുന്നുവെങ്കിൽ എന്നെ അനുഗ്രഹിക്കണമെന്നാണ്. God is able to come down and bless us. ദൈവം ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിപ്പാൻ അവൻ മതിയായവനാകുന്നു. Amen. Hallelujah. Amen. So today morning after the meeting, I was able to meet some of our mothers here in this tent. രാവിലത്തെ സെഷന് ശേഷം ഇവിടെ കടന്നു വന്ന ചില മാതാക്കളെ, ചില അമ്മമാരെ കാണുവാൻ സാധിച്ചു. And all the mothers, all the ammachi told me, Pastor, you came up 5 months back. You were sharing about the early morning 5 o'clock prayer. So now we have started. Our pastor is encouraging you to come for early morning 5 o'clock prayer. ദൈവദാസ 5 മാസം മുമ്പ് അങ്ങ് ഞങ്ങളുടെ സഭയിൽ കടന്നു വന്ന് ഞങ്ങളോട് അങ്ങയുടെ അനുഭവം ഷെയർ ചെയ്തപ്പോൾ പ്രഭാത പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു.
ഞങ്ങൾ പ്രഭാത പ്രാർത്ഥനയിൽ കടന്നു പോവുകയും ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. So I really appreciate all the mothers, Amachis. അങ്ങനെയുള്ള എല്ലാ മാതാപിതാക്കളെയും അമ്മച്ചിമാരെയും ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. So I praise God for Pastor Raju Puvakala. He also started the early morning prayer, asked the people come for prayer. Sometimes pastor may not show up, but thank God this man of God is coming early morning 5 o'clock prayer. ഞാൻ ദേവദാസൻ രാജു പാസ്റ്ററിന് വേണ്ടി നന്ദി പറയുന്നു. അദ്ദേഹത്തിന് പ്രഭാത പ്രാർത്ഥന തുടങ്ങി അതിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അനേകർ അതിൽ കടന്നു വന്ന് പങ്കുചേരുന്നു. In Tamil Nadu, all our churches are growing faster. തമിഴ്നാട്ടിലുള്ള എല്ലാ ദൈവസഭകളും വളരെയധികം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാവുന്നു. Because we have a early morning 5 o'clock prayer. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രഭാത പ്രാർത്ഥനയുണ്ട് 5 മണി മുതൽ. Maybe 10 years back, no prayer in the early morning. 10 വർഷം പുറകോട്ട് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇപ്രകാരമുള്ള പ്രഭാത പ്രാർത്ഥനകൾ ദൈവസഭകളിൽ ഇല്ലായിരുന്നു. All our churches are like a dying churches. നമ്മുടെ സഭകളെല്ലാം മരിക്കുന്ന സഭകളായിരുന്നു. No revival in the church. സഭകളിൽ ഉണർവില്ലായിരുന്നു. And the preaching was like a dead preachings. നമ്മുടെ പ്രസംഗങ്ങളെല്ലാം തണുത്ത പ്രസംഗങ്ങളായിരുന്നു. No response for the preachings. പ്രസംഗത്തിന് യാതൊരു വിധമായ മറുപടിയോ റെസ്പോൺസ് ഇല്ലായിരുന്നു. People are not interested to come to the church. അന്നുള്ള ജനങ്ങൾ സഭയിൽ കടന്നു വരുവാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. People always come late to the church. അവർ കടന്നു വന്നാലും താമസിച്ചേ കടന്നു വരത്തുള്ളൂ. And people also give very less money for God. അന്നത്തെ കാലത്ത് ദൈവനാമത്തിന് വേണ്ടി ചിലവിട വളരെ കുറവായിരുന്നു. People are not interested to go for ministry. ജനം ശുശ്രൂഷയ്ക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. And we all poured our heart, asked the Lord to bless our churches. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഹൃദയത്തെ പകർന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ സഭകളെ അനുഗ്രഹിക്കണമേ. All the leaders, എല്ലാം ആത്മീയ നേതൃത്വം തരുന്നവരാണ്. all the superintendent, presbyters, all the pastors, chief pastors, senior pastors, we gathered together and we decided to fast and pray and ask the Lord to bless us. ആത്മീയ നേതൃത്വം നിൽക്കുന്ന ഉയർന്ന നിലയിൽ നിൽക്കുന്നവർ താഴ്ന്ന നിലയിലുള്ളവരെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഞങ്ങളുടെ സഭകളെ ഉണർത്തണമെന്നാണ്. In those days in Tamil Nadu Assemblies of God, 40 years of ministry, we had only 300 churches. കഴിഞ്ഞ കാലങ്ങളിൽ നോക്കിയ 40 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കേവലം 300 സഭകളെ ഉള്ളായിരുന്നു. But we prayed, asked the Lord, between 1990 to 2010 years, Lord, bless our churches. We have only 300 churches. We want to see 500 new churches between these 10 years. ഞങ്ങൾക്ക് കേവലം 300 സഭകളെ ഉള്ളായിരുന്നു. എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത്രയും നാളത്തെ ശുശ്രൂഷ 300 സഭകളെയുള്ള 10 വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ സഭകളുടെ എണ്ണം വർദ്ധിക്കണമെന്നാണ്. And we had a plan. We set a goal from 1990 to 2010 years old. We have set a goal. Lord, give us 500 new churches within these 10 years of time. ഈ 10 വർഷം 92 മുതൽ 2010 വരെയുള്ള സമയങ്ങളില് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് 10 വർഷത്തിനുള്ളിൽ ഏകദേശം 500 സഭകൾ ഞങ്ങൾക്ക് വേണമെന്ന്. 1990 to 2000, 10 years. Lord, this is our 10-year plan. ഇതൊരു ഞങ്ങളുടെ ഒരു 10 വർഷത്തെ പദ്ധതിയായി ഞങ്ങൾ കണ്ടു. So what we did, number one, the first project is prayer ministry. അതിന്റെ ഏറ്റവും ആദ്യത്തെ ഘടകമായി ഞങ്ങൾ ചെയ്തത് പ്രാർത്ഥിക്കുക. Number one, all the leaders we call, all the leaders we go to for 3 days fasting prayer. ഞങ്ങളെല്ലാം ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരെ വിളിച്ചിട്ട് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. So we go to the separate place, we pour our heart in the presence of God. ഞങ്ങൾ പ്രത്യേക സ്ഥലങ്ങളിൽ കടന്നുപോയി ഞങ്ങളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നു. No more messages. അവിടെ പ്രസംഗമില്ലായിരുന്നു. We start early morning 5 o'clock prayer. 5 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു. 5 to 8 o'clock. 5 മുതൽ 8 വരെ. Then 1 hour break. 1 മണിക്കൂർ വിശ്രമം. Then after 9 o'clock we start prayer. It will go up to evening 5 o'clock. വീണ്ടും 9 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി 5 മണി വരെ ആ പ്രാർത്ഥന തുടരും. Then 1 hour break. പിന്നീട് 1 മണിക്കൂർ വിശ്രമം. Then we start up to go the prayer meeting will go up to 9 o'clock. വീണ്ടും ആ പ്രാർത്ഥന വൈകിട്ട് 9 മണി വരെ പോകും. So we used to spend much time in the presence of God. അധിക സമയം പ്രാർത്ഥനയിൽ ഞങ്ങൾ ദൈവസന്നിധിയിൽ ചെലവിട്ടു. After 3 days in the transfiguration and mixed experiences, then we come down and we used to challenge our prayer life to our assistant pastors. ഞങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ച ശേഷം പിന്നീട് കടന്നു വന്നിട്ട് ഞങ്ങളുടെ അസിസ്റ്റന്റ് പാസ്റ്റർ സഹായിക്കുന്ന ശുശ്രൂഷകന്മാരോട് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുമായിരുന്നു. We used to tell them, please start early morning prayer. ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണമെന്ന്. Early morning 5 o'clock prayer.
5 മണിക്കുള്ളതായ പ്രാർത്ഥന In തുടങ്ങണം. those days, our churches, they have only one service on Sundays. ആ കാലങ്ങളിൽ ഞങ്ങളുടെ സഭകളിൽ ഒരു സർവീസ് മാത്രം, സൺഡേയിലുള്ളതായ ഒരു സർവീസ് മാത്രമേ ഉള്ളായിരുന്നു. But all other days, all our churches will be closed. മറ്റുള്ള ദിവസങ്ങളിൽ തിങ്കൾ മുതൽ ശനി വരെ ഞങ്ങളുടെ സഭകളെല്ലാം And we അടഞ്ഞു. want to see a revival. ദൈവമേ, ഞങ്ങൾക്ക് ചില ഉണർവ് കാണണം. And we want to see the move of God in our life. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം And ചലിക്കുന്നത് we want to കാണണം. see a change in our ministry. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ചില മാറ്റങ്ങൾ കാണണം. Lord, bless our ministry. ദൈവമേ, ഞങ്ങളുടെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. And after we starting the 5 o'clock prayer ministry, 5 മണിക്കുള്ള പ്രഭാത പ്രാർത്ഥന ആരംഭിച്ചതിനു ശേഷം people started to come to our church. ജനം, ദൈവമക്കൾ ഞങ്ങളുടെ സഭയിൽ കടന്നു വരുവാൻ We തുടങ്ങി. used to encourage our people come for early morning prayer. ഞങ്ങൾ ഞങ്ങളുടെ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു 5 മണിക്കുള്ള പ്രഭാത പ്രാർത്ഥനയിൽ കടന്നു വരുവാൻ. We used to tell them. ഞങ്ങൾ അവരോട് പറയുവാൻ തുടങ്ങി. Even Martin Luther, the Reformation, the father of the church, he said, my first appointment is with God. നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന മാർട്ടിൻ ലൂഥർ പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഒരു ദിവസത്തെ ആദ്യത്തെ അഭിമുഖം ദൈവമായിട്ടായിരിക്കും. So today many people, they don't give importance for God in the early morning. സാധാരണ നമുക്ക് കണ്ടുവരുന്നത് ദൈവജനം പ്രഭാതത്തിൽ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. And many people, even the other people, other religious people, they go to the temple early morning 5 o'clock. മറ്റു മതവിഭാഗങ്ങളെ നമ്മൾ നോക്കുന്നുണ്ട്. അവർ അതിരാവിലെ സമയം തന്നെ അവരുടെ പ്രാർത്ഥന സ്ഥലങ്ങളില് അവരുടെ അമ്പലങ്ങളിൽ പോകുന്നതായി കാണുവാൻ And സാധിക്കും. all our church people, they are sleeping giants. എന്നാൽ നമ്മുടെ ദൈവമക്കൾ സുഖമായിട്ട് ഉറങ്ങുക പതിവാകുന്നു. But when we challenge the people ഞങ്ങൾ ജനത്തെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ and engage the people, come for early morning, അവരെ പ്രഭാത പ്രാർത്ഥന കടന്നു വരുവാൻ all our churches started to grow. ഞങ്ങളുടെ സഭകളെല്ലാം വളരുവാൻ തുടങ്ങി. Pastor A.T. Jose, whenever he comes to Tamil Nadu, I used to take him early morning 5 o'clock prayer. ഇവിടെ ഇരിക്കുന്ന കർത്താവിദാസ് A.T. ജോസ് ഞങ്ങളുടെ സഭയിൽ കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ ഞാൻ പ്രഭാത പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകും. In the beginning, 5 people were there. ആദ്യം ആരംഭിച്ചപ്പോൾ കേവലം 5 പേരും മാത്രമേ But now every day more than 100 people are coming and worshiping God. എന്നാൽ ഇപ്പോൾ 100-ലധികം ആൾക്കാർ പ്രഭാതത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. Not only early morning prayer, വെറും പ്രഭാത പ്രാർത്ഥനയിൽ മാത്രമല്ല, and 24-hour chain prayer. 24 മണിക്കൂർ തുടരുന്നതായ പ്രാർത്ഥന More ഞങ്ങൾ than 100,000 people in Tamil Nadu praying for the revival in India. തമിഴ്നാട്ടിലുള്ള 1000-കണക്കിന് ആൾക്കാർ ഇന്ത്യയിലെ ഉണർവ് വരേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. So because of the prayer ministry, God has been bringing hundreds of people, thousands of people to come to the church. ഈ പ്രാർത്ഥന ശുശ്രൂഷയെ ആരംഭിച്ചതിനാൽ 100-കണക്കിന് 1000-കണക്കിന് ആൾക്കാർ സഭയിൽ കടന്നു വരുവാൻ തുടങ്ങി. Even our churches is flowing. ഞങ്ങളുടെ സഭകള് അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയാണ്. Even the last near of the first of January, we couldn't see all the people. ഞങ്ങൾക്ക് ജനുവരി ആദ്യത്തെ അല്ലെങ്കിൽ 31st മീറ്റിംഗിൽ എല്ലാ ആൾക്കാരെയും ഞാൻ കാണുവാൻ സാധിച്ചു. So the full of people inside the church. സഭ മുഴുവനും ആൾക്കാരെ കൊണ്ട് The നിറഞ്ഞു. church was overflowing. ചർച്ച് വളരെ അധികം നിറഞ്ഞ് The compound was full of people. ആ കോമ്പൗണ്ടിൽ എല്ലാം ആൾക്കാരെ കൊണ്ട് The നിറഞ്ഞു. roadside was full of people. ആ ഏരിയയിലെല്ലാം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. And over maybe 3,000 people, they were sitting and listening the word of God. ഏകദേശം 3000-ലധികം ആൾക്കാർ കടന്നു വന്ന് ദൈവവചനം ശ്രവിക്കുന്നതായി ഞങ്ങൾ കണ്ടു. The reason is prayer. അതിന്റെ ഒറ്റ കാരണമേയുള്ളൂ, അത് പ്രാർത്ഥനയായിരുന്നു. Not only my church, our church, all the churches in Tamil Nadu, 2,000, 5,000, 10,000, 50,000 people are coming to worship the Lord. എന്റെ സഭ മാത്രമല്ല, ഞങ്ങളുടെ സഭയിൽ മാത്രമല്ല, മറ്റെല്ലാ സഭകളിലും 3000, 5000, 10000, 15000 ആൾക്കാർ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ. I want to see this IP church in Tiruvalla to grow faster. ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്ന തിരുവല്ലയിലുള്ള സഭ അതിവേഗത്തിൽ വളരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today I want to pray more. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണോ? Amen. Hallelujah. ദൈവത്തിന്റെ സ്തോത്രം God ചെയ്യാം. is calling you for the prayer ministry. ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ വിളിക്കുന്നു. I want to tell you the result. After 10 years of this prayer ministry, God began to bless us. We set a goal only for 500 churches.
but God gave us 800 new churches. ഈ 10 വർഷത്തിലുള്ള ഞങ്ങളുടെ പ്രോജക്ട് 500 സഭ മാത്രമായിരുന്നു. ഇന്ന് ദൈവം 800-ൽ പരം സഭകൾ ഞങ്ങൾക്ക് തന്നു. But now God has granted over 2,000 churches in Tamil Nadu. എന്നാൽ ഇന്ന് 2000-ലധികം സഭകളുണ്ട്. But praise the Lord, now we are passing the torch prayer ministry all over India. എന്നാൽ ഈ ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. We want to see a great waves of prayer. ഞങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രാർത്ഥനയുടെ വലിയ ചലനം, ഒരു തിരമാല ഉണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Whenever I used to go and visit America, USA, I used to challenge all our churches, pray more. ഞാൻ അമേരിക്കയിലെ മറ്റു വിദേശ രാജ്യങ്ങൾ പോകുമ്പോൾ സഭകളെ ഞാൻ പ്രോത്സാഹിക്കും, അധികം പ്രാർത്ഥിക്കണമെന്ന്. Praise the Lord. I used to visit every year, maybe once or twice in a year. I used to visit American churches. I used to challenge all American friends, pray more. ഞാൻ വർഷത്തിൽ 1-2 പ്രാവശ്യം അമേരിക്കയിൽ കടന്നു പോകുമോ, അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള എന്റെ സ്നേഹിതരുടെ യുവാക്കളോട് പറയും, നിങ്ങൾ അധികം പ്രാർത്ഥിക്കണമെന്ന്. When I was in Florida, I was preaching one of the Assemblies of God church. When I was preaching, in my message, even I couldn't conclude my message. ഫ്ലോറിഡയിലുള്ള അസംബ്ലീസ് ഗോഡ് സഭയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ തക്കോണം സാധിച്ചില്ല. And we were able to see the move of God. പ്രസംഗം പരിവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവാത്മാവിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ ചലനം കാണുവാൻ തക്കോണം I സാധിച്ചു. praised God when I was preaching in Jacksonville, Florida. Even the pastor came, please stop the message. The hand of God was so strong in this ministry. അവിടെയുള്ള ദൈവദാസൻ കടന്നു വന്ന് പറഞ്ഞു, ദൈവദാസ പ്രസംഗം നിർത്ത്, പ്രസംഗം കൺട്രോൾ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിന്റെ കരം ജനങ്ങളിൽ ചലിക്കുവാൻ തക്കോണം തുടങ്ങി. When I was preaching in Mechanicsburg in Ohio, the pastor came, please Clarence, stop. The presence of God is so strong in this place. മറ്റൊരു പ്രസംഗം ദൈവദാസൻ പ്രകാരം പറഞ്ഞു, പ്രസംഗം നിർത്ത്, വളരെ ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. We want to see the glory of God in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കാണണം. The same God who called me for the ministry of Jesus. ആ ദൈവമാണ് എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചത്. The same God who called Abraham has called me for the ministry. അബ്രഹാമിനെ വിളിച്ച ദൈവമാണ് എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചത്. Abraham's father was idol worshipper. എന്റെ പിതാവ് ഒരു Abraham's father. അബ്രഹാമിന്റെ പിതാവ് ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്ന വ്യക്തി. The same way my family. അതുപോലെ തന്നെയായിരുന്നു എന്റെ കുടുംബം. My grandfather was a famous witch doctor. എന്റെ വല്യപ്പച്ചൻ ഒരു വലിയ അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയായിരുന്നു. My father was a Hindu priest. എന്റെ പിതാവ് ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ പുരോഹിതനായിരുന്നു. My mother died when I was 6 months old boy. എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ എന്റെ മാതാവ് എനിക്ക് നഷ്ടപ്പെട്ടു. My grandfather wanted me a famous Hindu priest in India, in Tamil Nadu. എന്റെ വല്യപ്പച്ചൻ എന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മന്ത്രവാദിയാക്കി തീർക്കുവാൻ ആഗ്രഹിച്ചു. He taught me all the Hindu prayers. ഹിന്ദു പശ്ചാത്തലത്തിലുള്ള എല്ലാ പ്രാർത്ഥനകളും എന്നെ പഠിപ്പിച്ചു. No peace and joy in my life. എന്നാൽ എന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും. My heart was longing something in my life. എന്റെ ഹൃദയത്തിൽ എന്തിനെക്കുറിച്ച് ഞാൻ ആഗ്രഹിച്ചു. When I heard about a trade school runs by Assemblies of God missionary, I wanted to go and learn some trade for my better future. എന്റെ ഭാവിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ ക്രമീകരിച്ചപ്പോൾ അവിടെയുള്ള അസംബ്ലീസ് ഗോഡ് മിഷണറിമാർ നടത്തുന്നതായ ഒരു തൊഴിലവസര പദ്ധതി പഠിക്കുവാൻ വേണ്ടി ഞാൻ പോയി. So when I went there, I have heard about Jesus. അവിടെ ചെന്നപ്പോൾ ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടു. Today I want to tell you the love of God. ഞാൻ ഇന്ന് പകൽ ഈ സായനവേളയിൽ ദൈവത്തിന്റെ സ്നേഹത്തെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. The same God who called Abraham has called me. അബ്രഹാമിനെ വിളിച്ചവനായ ദൈവം എന്നെയും വിളിച്ചു. When our people are sharing about the love of God, ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ, because we believe so many gods, നാം വിവിധ ദൈവത്തെ ഞങ്ങൾ അറിഞ്ഞിരുന്നു. and we worship so many gods in our lives. ഞങ്ങൾ മറ്റുള്ള ദൈവങ്ങളെ വളരെയധികം ദൈവത്തെ സേവിച്ചു വന്നിരുന്നു. But they will preach there is only one God, there is only one mediator between God and man, that is Jesus. അവർക്ക് അവിടെ കടന്നു ഏക ദൈവമാണ്, ഒരു യേശുക്രിസ്തുവാണെന്ന് അവർ എന്നോട് പറഞ്ഞു. Jesus who came and died for us. യേശുക്രിസ്തു നമുക്ക് വേണ്ടി കടന്നു വന്ന് മരിച്ചു. Jesus who sacrificed himself for us. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. My heart was longing my mom's love. ഞാൻ അപ്പോൾ എന്റെ ഹൃദയം എന്റെ മാതാവിന്റെ സ്നേഹത്തിന് വേണ്ടി കാംക്ഷിച്ചു. But when I heard the love of God, ഞാൻ ദൈവ സ്നേഹത്തെ കുറിച്ച് കേട്ടപ്പോൾ, the love that touched my life. ആ ദൈവ സ്നേഹം എന്നെ സ്പർശിച്ചു. I surrendered my life to Jesus. ഞാൻ എന്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിച്ചു. Jesus, come into my life. യേശുവേ എന്റെ ജീവിതത്തിൽ കടന്നു വരണമേ. Change my life. എന്റെ ജീവിതത്തെ മാറ്റണമേ. I want to surrender my life to you. എന്റെ ജീവിതത്തെ നിങ്ങളുടെ കരങ്ങളിൽ Because you gave your life for me. നീ അങ്ങ് കടന്നു വന്ന അങ്ങയുടെ ജീവിതം എനിക്ക് വേണ്ടി തന്നു. And
I gave my life to Jesus. ഞാൻ എന്റെ ജീവിതത്തെ അങ്ങേക്ക് തരുന്നു. I received Jesus as my Lord and Savior. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. And I went to my home. I told my grandfather I became a Christian. ഞാൻ എന്റെ ഭവനത്തിൽ മടങ്ങി ചെന്ന് എന്റെ പിതാവിനോട് പറഞ്ഞു, വല്യപ്പച്ചനോട് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യനായി. My grandfather told me, don't become a Christian. എന്റെ വല്യപ്പച്ചൻ പ്രകാരം പറഞ്ഞു, ഇതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. Because if you become a Christian, it's a shame to our family. നീ ഒരു ക്രിസ്ത്യാനിയായി അത് നമ്മുടെ കുടുംബത്തിന് വളരെ മോശമായ People കാര്യമാണ്. are coming and worshiping us. നമ്മൾ വർഷങ്ങളായിട്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചു വരുന്നവരാണ്. People are coming and worshiping us. നമ്മൾ ജനം കടന്നു വന്ന് നമ്മളെ ആരാധിക്കുകയും നമ്മളെ പൂജിക്കുകയും ചെയ്യുന്നു. But we have everything for you. നിനക്ക് വേണ്ടി എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. Don't worry about it for your future. നിന്റെ ഭാവിയെ കുറിച്ച് നീ ഭാരപ്പെടണ്ട. I want to give you whatever you want. നീ എന്താഗ്രഹിക്കുന്നു അതെല്ലാം ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നു. I prayed. ഞാൻ പ്രാർത്ഥിച്ചു. I asked the Lord for His direction in my life. ദൈവത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടി, നിർദ്ദേശത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. The Holy Spirit talked to me, son, follow me. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, മകനെ എന്നെ അനുഗമിക്കുക. I will make you great. ഞാൻ നിന്നെ വലിയവനാക്കും. You will be a blessing for many nations. നീ വളരെയധികം ദേശങ്ങൾക്ക് അനുഗ്രഹമായി തീരും. I gave my life to you. ഞാൻ യേശുവിന് വേണ്ടി എന്റെ ജീവിതത്തെ കൊടുത്തു. I sacrificed my life to you. യേശു പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്റെ ജീവിതത്തെ തന്നു. Give your life. നിന്റെ ജീവിതത്തെ തരിക. Follow me. എന്നെ അനുഗമിക്കുക. Don't look at the voice of your grandfather. നിന്റെ വല്യപ്പച്ചന്റെ ശബ്ദത്തിന് നീ ചെവി കൊടുക്കാതിരിക്കുക. When I heard the love of God, ഞാൻ ദൈവീയ സ്നേഹത്തെ കുറിച്ച് കേട്ടപ്പോൾ, when I heard the voice of God, ഞാൻ ദൈവീയ ശബ്ദം കേട്ടപ്പോൾ, I totally 100% I surrendered my life before God once again. പൂർണ്ണമായിട്ട് 100% എന്നെ തന്നെ ഒരു പ്രാവശ്യം കൂടി ദൈവകരങ്ങളിൽ The സമർപ്പിച്ചു. same God who called Abraham, He was calling me. അബ്രഹാമിനെ വിളിച്ചവനായ ദൈവം എന്നെ വിളിച്ചു. When He called me, I said, yes, Lord, I want to follow you. ഈ ദൈവം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ദൈവമേ, എനിക്ക് അങ്ങേ My അനുഗമിക്കണം. grandfather sent me from my home. എന്റെ വല്യപ്പച്ചൻ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. Nothing was with me except my Bible. എന്റെ ബൈബിൾ അല്ലാതെ, സത്യവേദ പുസ്തകമല്ലാതെ എന്റെ കയ്യിൽ I ഒന്നുമില്ലായിരുന്നു. came out from my home like an orphan boy. ഭവനത്തിൽ നിന്നൊരു അനാഥ ബാലകനായി ഞാൻ ഭവനത്തിൽ നിന്ന് I ഇറങ്ങി. was carrying my Bible alone when I was leaving my home. ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബൈബിൾ മാത്രം എന്റെ കൈവശമുണ്ടായിരുന്നു. No father, പിതാവില്ലായിരുന്നു, no mother, മാതാവില്ലായിരുന്നു, no grandfather. വല്യപ്പച്ചനില്ലായിരുന്നു. But I obeyed the voice of God. ഞാൻ ദൈവത്തിന്റെ ശബ്ദത്തിന് വാക്കുകൊടുത്തപ്പോൾ, I have to pay the price. ഞാൻ വില കൊടുത്തപ്പോൾ, I came to the same school. ഞാൻ വീണ്ടും മടങ്ങി ആ സ്കൂളിൽ When I was coming from my home, I was carrying my Bible alone. ഞാൻ ഭവനത്തിൽ നിന്ന് വന്നപ്പോൾ ബൈബിൾ മാത്രം എടുത്തുകൊണ്ട് വന്നു. But today I thank God the Bible is carrying me all over the world to preach the good news of Jesus. എന്നാലും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ എടുത്തുകൊണ്ട് ഇറങ്ങിയ ബൈബിള്, ആ ബൈബിൾ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എന്നെ കൊണ്ടുപോയി ദൈവത്തിന്റെ വചനം വിളിച്ചു പറയാൻ സഹായിക്കുന്നു. Today I want to tell you, fathers and mothers, if you honor God, God will honor you. എന്റെ പിതാക്കന്മാരെ, എന്റെ മാതാക്കളെ, നിങ്ങൾ ദൈവത്തെ മാനിച്ചാൽ ദൈവം നിങ്ങളെ മാനിക്കും. Amen. Shall we clap our hands and worship the Lord? കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. Amen. Hallelujah. I came to the same school, stayed more than 10 years like an orphan boy. ആ സ്കൂളിൽ ഞാൻ മടങ്ങി വന്നിട്ട് വീണ്ടും 10 വർഷം ഒരു അനാഥ ബാലകനായി അവിടെ. All the children, they were happy to see the family during the weekends. ഒരു ആഴ്ചയുടെ അവധി ദിവസങ്ങളാകുമ്പോൾ എന്റെ കൂട്ടുകാരെല്ലാവരുടെ മാതാപിതാക്കളെ കാണുവാൻ They ഉത്സുകരായിരുന്നു. used to bring good food, good clothes, they gave them money. മാതാപിതാക്കൾ കടന്നു വരുമ്പോൾ നല്ല നല്ല ആഹാരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുവായിരുന്നു, അവർക്ക് പണം But കൊടുക്കുമായിരുന്നു. nobody was there come and love me and visit me. ഈ 10 വർഷത്തിനുള്ളിൽ എന്നെ കാണുവാൻ ആരും കടന്നു വന്നില്ല. So when I saw the situation, I went to a private place, I prayed, I cried before God. ഈ സാഹചര്യം എന്നെ വേദനപ്പെടുത്തിയപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ പോയിരുന്ന് കരഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. Lord, nobody is here to come and love me and comfort me. ദൈവമേ, ആരും കടന്നു വന്ന് എന്നെ സ്നേഹിക്കുവാൻ ആരും കടന്നു വരുന്നില്ല, എന്നെ ആശ്വസിപ്പിക്കാൻ ആരും കടന്നു Only വരുന്നില്ല. one shirt, ഒറ്റ ഷർട്ട് മാത്രമേ only one trouser, ഒറ്റ പാൻസ്. no money, പൈസ ഇല്ലായിരുന്നു, no father, പിതാവില്ലായിരുന്നു, no mother, മാതാവില്ലായിരുന്നു, nobody is there. ആരും എനിക്കില്ലായിരുന്നു. I was praying tears. I was praying tears. ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. When I was praying tears, ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ God answered the prayer.
യേശു ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി Today I want to tell you, encourage you, my brothers and sisters. ഇന്ന് ഞാൻ നിങ്ങൾ എൻകറേജ് പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. And I tell you, if you are a prayer, if you are a weeper, if you are crying before God, asking the Lord to bless you, sometimes you may not have a hands to weep our tears, but the heavenly hands are available to weep our tears. നിങ്ങൾ കരഞ്ഞ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ മനുഷ്യ കാര്യങ്ങൾ നിങ്ങളെ കണ്ണുനീരെ തുടയ്ക്കാൻ കടന്നു പോകുന്നില്ലെങ്കിൽ, സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. അവൻ നമ്മുടെ കണ്ണുനീരെ തുടയ്ക്കുന്ന ദൈവമാകുന്നു. Ordinary prayer brings ordinary answer. സാധാരണ പ്രാർത്ഥന സാധാരണ മറുപടി കൊണ്ടുവരും. But extraordinary prayer brings extraordinary answer. അസാധാരണ പ്രാർത്ഥന അസാധാരണ മറുപടി കൊണ്ടുവരും. Today we are praying ordinary prayers. നാം ഇന്ന് സാധാരണ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. But thank God, God is expecting you and me to pray more. വേളയിൽ ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കുന്നത് നാം അധികമായി പ്രാർത്ഥിക്കണം. Let us pour our heart. നമ്മുടെ ഹൃദയത്തെ പകരുക. Let us weep before God. ദൈവസന്നിധിയിൽ കരയുക. If we are weepers and we are ready, God is ready to give us souls. നമുക്ക് കരയുന്നവരാണെങ്കിൽ ദൈവം ആത്മാക്കളെ തരുവാൻ ശക്തനാകുന്നു. Weepers are reapers. കരയുന്നവർ കൊയ്ത്തുകാരാകുന്നു. Mother, please pray for your children. മാതാവേ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുക, പ്രാർത്ഥിക്കുക. Pray more. അധികം പ്രാർത്ഥിക്കുക. Father, pray more. പിതാവെ അധികം പ്രാർത്ഥിക്കുക. Mother, children, pray more. കുഞ്ഞുങ്ങളെ അധികം പ്രാർത്ഥിക്കുക. Pastors, please pray more. ദൈവദാസന്മാരെ അധികം പ്രാർത്ഥിക്കുക. Bring tears. കണ്ണുനീര് കൊണ്ടുവരിക. ഹല്ലേലൂയ. That will bring success. യുദ്ധം സക്സസ്. That will bring success in our life. യുദ്ധം നമ്മുടെ ജീവിതത്തിൽ വിജയത്തെ കൊണ്ടുവരും. Today, this morning, I want to encourage you to develop your personal prayer life. ഇന്ന് സായാഹ്നവേളയിൽ ഞാൻ ധൈര്യപ്പെടുത്തുന്ന നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെ ഉയർത്തുക. Today, I want to encourage you, let us start our family prayer life. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉയർച്ച വരട്ടെ. Today, my dear brothers and sisters of the Lord, I'm asking you, let us develop our church prayer ministry. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സഭയിലെ പ്രാർത്ഥന ശുശ്രൂഷയെ വളർത്തുക. You will see the hand of God upon your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നത് I കാണും. don't have any family background for the ministry. ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്കൊരു കുടുംബ പശ്ചാത്തലമില്ലായിരുന്നു. But thank God, God has called me. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു പശ്ചാത്തലമില്ലായിരുന്നിട്ട് എന്റെ ദൈവം എന്നെ വിളിച്ചു. No education. ആവശ്യമായ വിദ്യാഭ്യാസമില്ലായിരുന്നു. No money. ആവശ്യമായ ധനമില്ലായിരുന്നു. No people. എനിക്ക് ആവശ്യമായ സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. But thank God, God has granted His own people. ദൈവം തന്റെ ജനത്തെ എനിക്ക് നൽകി തന്നു. Even the summer vacation, all the children, they are happy to go and spend the time in their families. അവധിക്കാലം കടന്നു വരുമ്പോൾ എന്നോട് കൂടെ പഠിച്ച കുഞ്ഞുങ്ങളെല്ലാം ഭവനത്തിൽ മടങ്ങിപ്പോയി സന്തോഷിക്കാൻ ആഗ്രഹിച്ചു. But no family for me to go and visit. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ കുടുംബത്തിൽ ആരും. I remember one summer vacation, everybody they gone, they left. ഒരു സമ്മർ വെക്കേഷൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എല്ലാ കുട്ടികളും ഭവനത്തിൽ So മടങ്ങിപ്പോയി. I was alone staying in the school. സ്കൂളിൽ ഞാൻ മാത്രം തനിയായിരുന്നു. So the missionary mother came, she was the director of the school. She came and asked me, son, everybody has already left. What is the problem for you? ആ സ്കൂളിന്റെ സ്ഥാപകയായിരുന്ന മിഷണറി മദർ അമ്മ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, മകനെ എല്ലാവരും കടന്നുപോയി, നിനക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചു. I explained my situation. എന്റെ സാഹചര്യത്തെ ഞാൻ പറഞ്ഞു. And she said, son, don't worry about your mother. ആ മാതാവിനോട് പറഞ്ഞു, നീ നിന്റെ മാതാവിനെ കുറിച്ച് ഭാരപ്പെടണ്ട. Don't worry about your father. നിന്റെ പിതാവിനെ കുറിച്ച് ഭാരപ്പെടണ്ട. Don't worry about your grandfather. നിന്റെ വല്യപ്പച്ചനെ കുറിച്ച് നീ ഭാരപ്പെടണ്ട. Don't worry about your properties. നിനക്കുള്ള സമ്പത്തിനെ കുറിച്ച് നീ ഭാരപ്പെടണ്ട. I want to be your mother. ഞാൻ നിന്റെ അമ്മയാകുവാൻ ആഗ്രഹിക്കുന്നു. When you pay the price for God, നിങ്ങൾ ദൈവത്തിന് വേണ്ടി വില കൊടുത്താൽ God is ready to give you. ദൈവം നിങ്ങൾക്ക് തരുവാൻ ശക്തനാകുന്നു. Not only a single blessing, He is ready to give you more and more and more blessings. കേവലം ഒരു അനുഗ്രഹം മാത്രമല്ല,
അധികം 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 അനുഗ്രഹം തരുവാൻ അവൻ ശക്തനാകുന്നു. I have to pay the price. I have to leave my one family. But I thank God wherever I go, God has been opening so many thousands of mothers, thousands of fathers, thousands of house. God is opening for me. ഞാൻ വില കൊടുത്തപ്പോൾ എനിക്ക് കേവലം ഒരു കുടുംബത്തെയാണ് വിടേണ്ടി വന്നത്. എന്നാൽ മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ കടന്നു പോകുന്നിടത്തല്ല ആയിരക്കണക്കിന് മാതാപിതാക്കളെ സഹോദരന്മാരെ കുടുംബങ്ങളെ കാണുവാൻ ദൈവം സഹായിച്ചു. Today you are my mother. നിങ്ങൾ ഇന്ന് എന്റെ മാതാവാകുന്നു. Today you are my father. നിങ്ങൾ എന്റെ പിതാവാകുന്നു. Today you are my brother and sister in the Lord. നിങ്ങൾ എന്റെ സഹോദരി സഹോദരന്മാരാകുന്നു. Let us join together. നാം ഒന്നിച്ചു കാര്യങ്ങൾ കോർക്കുമ്പോൾ Let us do the work of God. നാം ഒരുമിച്ച് ദൈവപ്രവൃത്തി ചെയ്യുമ്പോൾ The Holy Spirit here. പരിശുദ്ധാത്മാവിനെ സൗഖ്യമാക്കും. He is able to make us be a blessing for others. പരിശുദ്ധാത്മാവിനെ ലോകത്തിന് അനുഗ്രഹിക്കാൻ കാരണമായി തീരും. When God has called me for the ministry, ദൈവം എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ in those days all the pastors they were dying for food. അന്നത്തെ കാലത്ത് ശുശ്രൂഷകരെല്ലാം ആഹാരത്തിന് വേണ്ടി ലഭ്യമായ ആഹാരം ലഭിക്കത്തില്ലായിരുന്നു. All the pastors they were really suffering a lot. അന്ന് ശുശ്രൂഷകരെല്ലാം വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. 60s, 70s, all the pastors they were suffering a lot. അന്ന് 60-70 കാലങ്ങളിലെല്ലാം അവർ ആഹാരത്തിന് വേണ്ടി So വളരെ this കഷ്ടപ്പെട്ടു. missionary mother told me, son, I don't want to send you for the full-time ministry. You go better for the training, teachers training. After finishing your teachers training, we want to appoint you as one of the principal of the school here in Chengoda area. ആ മിഷണറി മാതാവിനോട് പറഞ്ഞത്, നീ ഫുൾ ടൈം പൂർണ്ണ സമയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകണ്ട, ഒരു സ്കൂളിൽ പോയി ടീച്ചേഴ്സ് ട്രെയിനിങ് പഠിച്ചതിന് വന്ന ശേഷം ഞങ്ങളുടെ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആക്കുമെന്ന് കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So after graduating my training college, I was appointed one of the principal of the schools in our area. എന്റെ പരിശീലനം പൂർണ്ണമായപ്പോൾ തീർന്നപ്പോൾ ആ സ്കൂളിന്റെ ഒരു പ്രിൻസിപ്പൽ ആയിട്ട് എന്നെ നിയുക്തനാക്കി. After serving few years, God has called me again. Son, I didn't call you for the principal of the school. I didn't call you for the headmaster. Go and do my work. കുറച്ചു കാലങ്ങൾ ഞാൻ അവിടെ സേവനം അനുഷ്ഠിച്ചപ്പോൾ ദൈവം വീണ്ടും എന്നോട് പറഞ്ഞു, ഒരു സ്കൂളിന്റെ പ്രഥമ അധ്യാപകനാകുവാനല്ല നിന്നെ ഞാൻ വിളിച്ചത്, എന്നെ സേവിക്കുവാനാണെന്ന് പറഞ്ഞു. Then I have to pay the price again. ഞാൻ വീണ്ടും വില കൊടുക്കേണ്ടി വന്നു. I thought I have a good job. ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല ജോലിയുണ്ട്. There was a time there was no food in my life. എന്റെ ജീവിതത്തിൽ ഒരു കാലമുണ്ടായിരുന്ന നല്ല ആഹാരമില്ലായിരുന്നു. There was a time no proper clothes to wear. ചില കാലങ്ങളിൽ എനിക്ക് ആവശ്യമായ So വസ്ത്രമില്ലായിരുന്നു. when I got job, God told me, leave your job. എന്നോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ജോലി വിടുക. It is hard to leave the job. അന്ന് വളരെ പ്രയാസകരമായിരുന്നു ജോലി വിടുക എന്നുള്ളത്. It's a decent job. അതൊരു നല്ല ജോലിയായിരുന്നു, Good money. നല്ല ശമ്പളം ലഭിക്കുമായിരുന്നു. Again, I have to pay the price for God. വീണ്ടും ഞാൻ ദൈവത്തിന് വേണ്ടി വില കൊടുക്കുവാൻ I went for 3 years Bible college. വീണ്ടും ഞാൻ ബൈബിൾ സ്കൂളിൽ 3 വർഷത്തെ ബൈബിൾ Then I പഠനം have to preach, start my ministry. ഞാൻ എന്റെ ശുശ്രൂഷ ആരംഭിച്ചു. So in those days we have to start our faith ministry. അന്നത്തെ കാലത്ത് വിശ്വാസത്താലാണ് ശുശ്രൂഷ ആരംഭിച്ചത്. No salary, അന്നത്തെ ശമ്പളമില്ലായിരുന്നു. no payments. അന്ന് വേതനങ്ങളൊന്നുമില്ല, So ശമ്പളമില്ലായിരുന്നു. I started my ministry preaching on the streets. ഞാൻ തെരുവുകളിൽ പ്രസംഗിച്ച് എന്റെ ശുശ്രൂഷ ആരംഭിച്ചു. There was a sister coming from Hindu background. She listened my message and she gave her life to Jesus. ഹിന്ദു പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന ഒരു സഹോദരി എന്റെ സന്ദേശം കേൾക്കുകയും അവളുടെ ജീവിതത്തെ യേശുവിന് വേണ്ടി കൊടുത്തു. She was dying. അവൾ മരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. She said, 5 years of married life, no children in my life. എന്റെ കുടുംബ ജീവിതം ആരംഭിച്ചിട്ട് 5 വർഷമായി കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞു. My husband is an alcoholic. എന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാകുന്നു. But he used to always give me trouble. അദ്ദേഹം പലപ്പോഴും എന്നെ കഷ്ടപ്പെടുത്തുന്നു. Because of my sufferings, now I am suffering from tuberculosis. ഞാൻ ടി ബി അല്ലെ അസുഖത്താൽ ഞാൻ ഭാരപ്പെടുന്നു. And we prayed for the sister. ഞങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. And she received Jesus as Lord and Savior. യേശുവിനെ സ്വന്തം രക്ഷിതാവായി അവൾ And സ്വീകരിച്ചു. she asked me to pray for her healing. അവൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് So അപേക്ഷിച്ചു. I praise the Lord. I prayed for the sister. God has wonderfully healed her. TB disappeared. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവളെ സൗഖ്യമാക്കി. അവളിലുണ്ടായിരുന്ന രോഗത്തിൽ അവൾ വിമുക്തിയായി. And she came again, told Pastor, my husband is an alcoholic, so please pray for him. Let him also come to know the Lord. വീണ്ടും അവൾ ഞങ്ങളുടെ അടുത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാകുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അദ്ദേഹവും കർത്താവിനെ So അറിയട്ടെ. we joined together and pray for her husband. ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. And he got saved. അദ്ദേഹവും രക്ഷിക്കപ്പെട്ടു. So both of them, they came for the water baptism. അവർ രണ്ടുപേരും കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിക്കാൻ And മുന്നോട്ട്. since 5 years of married life, no children. അവർ 5 വർഷത്തെ കുടുംബ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു. Now I was dying from tuberculosis, but now I got
healed. അവൾ പറഞ്ഞു ടിവിയുടെ അസുഖത്താൽ ഞാൻ മരിക്കുക എന്നാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു. But thank God we prayed for the sister family. ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. Both of them baptized. അവർ രണ്ടും കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിച്ചു. But within a year of time, God began to bless them with a baby girl. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ദൈവം അവർക്ക് കുഞ്ഞിനെ കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചു. Amen. Hallelujah. ആമേൻ. Jesus said, go and preach. യേശു പറഞ്ഞു കടന്നുപോയി പ്രസംഗിക്കാം. This is my gospel. ഇത് എന്റെ സുവിശേഷമാകുന്നു. This is the gospel of Jesus. ഇത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാകുന്നു. This is the gospel of God. ഇത് ദൈവത്തിന്റെ സുവിശേഷമാകുന്നു. And I preach the word of God not only by word, I preach the word of God in the power of the Holy Spirit. ഞാൻ സുവിശേഷം കേവലം വാക്കാൽ സംസാരിക്കുകയല്ല, വളരെ ശക്തിയോടെ ദൈവ സുവിശേഷം പ്രസംഗിക്കുക പതിവാകുന്നു. The people opened their hearts. ജനം അവരുടെ ഹൃദയത്തെ തുറന്നു. The whole family came to know the Lord. ആ കുടുംബം പൂർണ്ണമായിട്ട് യേശുവിൽ കടന്നു. Through that family, within 3 years, more than 42 Hindu people got saved and baptized. ആ ആദ്യ കുടുംബത്തിൽ കൂടെ ഏകദേശം 42 ഹിന്ദു പശ്ചാത്തലത്തുള്ള കുടുംബങ്ങൾ കടന്നു വരുവാൻ സാധിച്ചു. But by the grace of God, God has blessed us over close to 2,000 people in our church right now. ദൈവത്തിന്റെ കൃപയാൽ ദൈവ അനുഗ്രഹത്താൽ 2000-ലധികം ആൾക്കാർ ഇന്ന് സഭയിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. Praise the Lord. ശക്തിയോടെ. Hallelujah. God has blessed us with 3 children. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. 3 കുഞ്ഞുങ്ങൾ തന്നെ ഞങ്ങളെ 2 അനുഗ്രഹിച്ചു. daughters and a son. 2 പെൺകുട്ടികളും 1 ആൺകുഞ്ഞും. It was a hard time in the early part of our life. No food to feed them. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അവർക്ക് ആവശ്യമായ ആഹാരം കൊടുക്കാൻ ഞങ്ങളുടെ കാര്യങ്ങളില്ല. Even I remember there is no milk for my daughter. അവർക്ക് വേണ്ടി പാല് അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ പണമില്ല. Even there was a time no saree for my wife. എന്റെ വൈഫിന് വേണ്ടി ആവശ്യമായ സാരികൾ പോലുമില്ല. She had only one saree. അവൾക്ക് ഒരു സാരി I മാത്രമുണ്ട്. had only one shirt pant. എനിക്ക് ഒരു ഷർട്ടും പാൻസും We ഉണ്ട്. never ever go and ask the people to help us. ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും ആൾക്കാരുടെ അടുത്ത് ചെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളെ സഹായിക്കണമെന്ന്. Because the God who called us faithful. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാകുന്നു. Amen. Hallelujah. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Take care of us. ദൈവം ഞങ്ങളെ സംരക്ഷിക്കണമേ. All our children, they studied well. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ലവണ്ണം പഠിച്ചു. And God has opened a way for them to go to America. അവർക്ക് ദൈവ വഴികളെ തുറന്നു കൊടുത്ത് വിദേശ രാജ്യങ്ങൾ കടന്നുപോയി. I have a friend from Minneapolis, USA. സ്റ്റേറ്റ്സിലുള്ളതായ അമേരിക്കൻ ഐക്യനാടുകളിൽ എനിക്കൊരു സഹോദരനുണ്ട്, എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. And he is originally from Tenkasi, Tamil Nadu. അദ്ദേഹം ബേസിക്കലി അദ്ദേഹം തമിഴ്നാട്ടിലെ തെങ്കാശി എന്നുള്ള വ്യക്തിയായിരുന്നു. And he was a professor in the college, Bethany College of Missions in Minneapolis. അദ്ദേഹം അവിടെയുള്ള ബethany കോളേജിലുള്ള പ്രൊഫസറായിരുന്നു, പ്രഥമ അധ്യാപകനായിരുന്നു. He came after 15 years and visiting me. 15 വർഷത്തിന് ശേഷം എന്നെ കാണുവാൻ അദ്ദേഹം കടന്നു വന്നു. And he said, Pastor, we want to help you for your children. If they are interested to go to study in US, we are happy to give you full scholarship. അദ്ദേഹം കടന്നു വന്ന് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുമെങ്കിൽ ഫുൾ സ്കോളർഷിപ്പിൽ അവരെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. And I said, I asked my children, are you ready to go for theological studies or are you ready to go for ministry? ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങൾ വേദാധ്യായത്തിന് പോകാൻ തയ്യാറാണോ, ശുശ്രൂഷ പോകാൻ തയ്യാറാണോ? At that time, my daughter, she had a BA degree, and my son just completed his 12th grade. എന്റെ മകള് ഗ്രാജുവേഷൻ കഴിയുകയും My son just graduated from 12th grade. My daughter got a bachelor degree. എന്റെ മകൻ 12ാം ക്ലാസ് പാസ്സായി, മകൾ ഗ്രാജുവേഷൻ കഴിയുകയും ചെയ്തു. And so we applied for the visa. അവർക്ക് അവരുടെ വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ My പ്രാർത്ഥിച്ചു. travel agent asked me, Pastor, how much money you have in your bank? എന്റെ ട്രാവൽ ഏജന്റ് എന്നോട് ചോദിച്ചു, നിന്റെ ബാങ്കിൽ എത്രത്തോളം പൈസ ഉണ്ടായിരുന്നു? No money. ഞാൻ പറഞ്ഞു, ഒരു പൈസയുമില്ല. How much property you have? എന്നോട് ചോദിച്ചു, എത്രത്തോളം വസ്തുവകകൾ ഉണ്ടെന്ന്. No property. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. Pastor, it is not possible to get the visa for your children. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിസ കിട്ടുവാൻ അസാധ്യമാകുന്നു. I said, if God's plan is there, let my children go to study in US. ദൈവത്തിന്റെ പദ്ധതി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോയി പഠിക്കണമെങ്കിൽ അവർ പോയി പഠിക്കട്ടെ. And I praise the Lord, I want to make short, and they went for visa. ഞാൻ ചുരുക്കമായി പറയാൻ, അവർ വിസയ്ക്ക് വേണ്ടി കടന്നു ചെന്നു. All the American consular counters, there was a very big queue, so many counters, people are waiting for visas.
അവിടെ വിസ നമുക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ വലിയ ക്യൂ അവിടെ കാണുവാൻ സാധിച്ചു. So one line that people, so many pastors, they want to go to America. വളരെ പാസ്റ്റേഴ്സ് മറ്റുള്ളവർ ലൈനിൽ നിൽക്കുകയാകുന്നു. They get very good sound the property, the files are very, papers are very sound paper. അവരുടെ എല്ലാം കൈവശം ആവശ്യമായ ഡോക്യുമെന്റുകളുണ്ട്, പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റുകളുണ്ട്. But these people no documents. എന്നാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ ഡോക്യുമെന്റ് ഒന്നുമില്ലായിരുന്നു. The one line, the people they are waiting for the visas, and some of the pastors, they went to the visa counter, they said, we are pastors, we want to go to America. അവിടെ ഉണ്ടായിരുന്ന ചില ശുശ്രൂഷ കടന്നു ചെന്ന് ഞങ്ങൾ പാസ്റ്റേഴ്സ് ആകുന്ന ശുശ്രൂഷകരാണ് അമേരിക്കയിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. So the visa officer said, no, we don't want to give you any pastor, because already we have a lot of pastors from India, we don't want to give you any visa for pastors. എന്നാൽ അവരെ നിരാശപ്പെടുത്തി ഏകദേശം വളരെയധികം പാസ്റ്റേഴ്സ് അമേരിക്കയിലുണ്ട്, നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞു. But this counter, എന്നാൽ ഈ കൗണ്ടറിൽ they call my children. അവര് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിച്ചു. And when they called my son, he went there and he asked them, what is the purpose of your visit to go to America? അദ്ദേഹത്തെ എന്റെ മകനോട് ചോദിച്ചു, നീ അമേരിക്കയിൽ പോകുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന്. And he explained, I want to go to study. മകൻ പറഞ്ഞു, എനിക്ക് പഠിക്കുവാൻ പോകാം. And praise the Lord, what is your father? നിങ്ങളുടെ പിതാവ് ആരാകുന്നു എന്ന് ചോദിച്ചു. He said, my father is a pastor. എന്റെ പിതാവ് ഒരു ശുശ്രൂഷകനാകുന്നു. He didn't ask any other question. അവൾ മറ്റു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. I'm happy to give visa because your father is a pastor. അവൾ പറഞ്ഞു, നിന്റെ പിതാവ് ഒരു ശുശ്രൂഷകനായതിനാൽ നിനക്ക് വിസ തരുന്നു എന്ന് പറഞ്ഞു. Within a day, ഒരു ദിവസത്തിൽ 2 of them got visas. അവർക്ക് 2 പേർക്ക് വിസ. Full scholarship. ഫുൾ സ്കോളർഷിപ്പിൽ. No money. പൈസ ഇല്ലായിരുന്നു. No background. ഒരു പശ്ചാത്തലമില്ലായിരുന്നു. Thank God, God was with us. എന്നാൽ ദൈവത്തിന് നന്ദി പറയുന്നു, ഞങ്ങളെ വിളിച്ച ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. God has opened the way for them. അവർക്ക് വേണ്ടി ദൈവം വഴികളെ തുറന്നു. And they studied there. അവരവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. But now they are doing ministry. അവരിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. All our children, they are in the ministry. 3 കുഞ്ഞുങ്ങളും അവർ ശുശ്രൂഷയിലാകുന്നു. One in Canada, one in US, one in India. ഒരു ഇന്ത്യയിലും ഒരാൾ കേരളത്തിലും ഒരാൾ സ്റ്റേറ്റ്സിലുമാകുന്നു. But I was a zero once. ഒരിക്കൽ ഞാൻ വെറും ശൂന്യമായിരുന്നു. But now I am a hero because Jesus is with me. എന്നാൽ യേശു എന്നോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ഞാൻ ഇന്നൊരു ഹീറോയാകുന്നു. Not because of my talent and my ability. എന്റെ കഴിവ് കൊണ്ടോ എനിക്കുള്ള വരദാനം കൊണ്ടോ ഒന്നുമല്ല. Not because of my merit. എന്റേതായ പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല. But only because of His grace I am standing before you. ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ്, അവന്റെ കൃപ കൊണ്ട് മാത്രമാകുന്നു. Our God is the God of Abraham. നമ്മുടെ ദൈവം അബ്രഹാമിന്റെ ദൈവമാകുന്നു. Our God is the God of Isaac. നമ്മുടെ ദൈവം ഐസക്കിന്റെ ദൈവമാകുന്നു. God is the God of Jacob. നമ്മുടെ ദൈവം യാക്കോബിന്റെ ദൈവമാകുന്നു. He is with us. അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. He is able to bless us. അവൻ നമ്മെ അനുഗ്രഹിക്കാൻ He is ശക്തനാകുന്നു. able to bless our family. അവൻ നിന്റെ കുടുംബത്തെ He അനുഗ്രഹിക്കാൻ is able to bless our ministry. നിന്റെ ശുശ്രൂഷയെ അനുഗ്രഹിക്കാൻ ശക്തനാകുന്നു. Let us rise up. നമുക്ക് എഴുന്നേറ്റ് പണിയാം. Let us rise up. നമുക്ക് എഴുന്നേൽക്കാം. Ask the Lord. ദൈവത്തോട് ചോദിക്കാം. Ask the Lord. ദൈവത്തോട് ചോദിക്കാം. Ask the Lord. ദൈവത്തോട് ചോദിക്കാം. Ask of me. ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. Ask of me. I will give you nation. എന്നോട് ചോദിക്കാൻ നിനക്ക് എന്തും തരാം. ജാതികളെ തരാം. I will give you land, the nation. ഞാൻ നിനക്ക് ജാതികളെ ദേശങ്ങളെ തരാം. When you read Psalm 2, ask of me. I will give you nation. നീ എന്നോട് ചോദിക്കുക, ജാതികളെ ചോദിക്കുക, ഞാൻ നിനക്ക് ജാതികളെ ദേശങ്ങളെ തരാം. I was empty. ഞാൻ ശൂന്യമായിരുന്നു. Nothing. എന്റെ കരത്തിൽ ഒന്നുമില്ലായിരുന്നു. But God of blessing ഞാൻ അനുഗ്രഹിക്കുന്ന ദൈവം, is with us. അനുഗ്രഹത്തിന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. This evening, ഈ സന്ധ്യാസമയത്ത് Father, പിതാക്കന്മാരെ, you may say that I am nothing. നിങ്ങൾ പറയുമായിരിക്കും, ദൈവമേ ഞാൻ ഒന്നുമില്ല. I don't have any ability. എനിക്കൊരു കഴിവുമില്ല. I don't have any talents. എനിക്കൊരു വരദാനങ്ങളുമില്ല. I don't have money. എനിക്ക് പണമില്ല. I don't have education. എനിക്ക് വേണ്ട വിദ്യാഭ്യാസമില്ല. I have no family background. എനിക്കൊരു കുടുംബ പശ്ചാത്തലമില്ല. But Jesus is enough for you. എന്നാൽ യേശു നിങ്ങൾക്ക് മതിയായവനാകും. Jesus is enough for you. സഹോദരി, യേശു നിങ്ങൾക്ക് മതിയായവനാകും. Jesus is enough for your children. കുഞ്ഞുങ്ങളെ, യേശു നിങ്ങൾക്ക് മതിയായവനാകുന്നു. Jesus is enough for us. യേശു മാത്രം മതി. Hallelujah, hallelujah. Please stand to your feet. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Time is 9:15. ഇപ്പോൾ സമയം 9:15 ആയിരിക്കും. Ask of me. ദൈവത്തോട് ചോദിക്കുക. I will give you. ഞാൻ നിങ്ങൾക്ക് തരാം. I will give you the nation. ഞാൻ നിങ്ങൾക്ക് ദേശങ്ങൾ Not തരാം. one family. ഒരു കുടുംബമല്ല, Nation. ദേശങ്ങളെ തരും. Abraham was sitting inside the tent. അബ്രഹാം കൂടാരത്തിനുള്ളിലിരിക്കുകയായിരുന്നു.
God said, Abraham, come out from the tent. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ കൂടാരത്തിൽ നിന്ന് പുറത്തു വരിക. When he came out, God said, look up. അവൻ കൂടാരത്തിൽ നിന്ന് പുറത്തു പോയി അബ്രഹാമിനോട് പറഞ്ഞു, മുകളിലേക്ക് നോക്കുക, ആകാശത്തിലേക്ക് നോക്കുക. When he looked up, he saw the stars in the sky. അവൻ ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ ആകാശത്തിൽ നക്ഷത്രങ്ങളെ കണ്ടു. Today, Abraham, I am going to bless you. ഇന്ന് ദൈവം നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. Come out from the tent. നിങ്ങൾ കൂടാരത്തിൽ നിന്ന് പുറത്തു വരിക. Look up in heaven. സ്വർഗ്ഗത്തിലേക്ക് നോക്കുക. I will bless you like the stars in the sky. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിന്നെ അനുഗ്രഹിക്കും. I am going to bless you like the sands in the ocean. കടൽ തീരത്തെ മണത്തരി പോലെ നിന്നെ അനുഗ്രഹിക്കും. How many of you believe that you are going to receive it today? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, ഈ വചനം അംഗീകരിക്കുന്നുണ്ട്? Let us all come out from the tent. കൂടാരത്തിൽ നിന്ന് പുറത്തു വരിക. Let us come out from the unbelief. അവിശ്വാസത്തിൽ നിന്ന് പുറത്തു വരിക. Let us come out from the doubts. നിങ്ങൾ സംശയത്തിൽ നിന്ന് പുറത്തു വരിക. Let us look up. സ്വർഗ്ഗത്തിലേക്ക് നോക്കുക. Believe it. അവനിൽ വിശ്വസിക്കുക. Receive it. അത്